രാഷ്ട്രീയ സ്വാധീനമുള്ള ഗുണ്ടകളെ പോലീസ് പേടിക്കേണ്ടതുണ്ട്. ഗുണ്ട ഇല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടി വർക്ക് ചെയ്യാൻ പറ്റിയല്ല. ഭരണഘടന സംരക്ഷിക്കേണ്ട പോലീസ് ഒരു മാധ്യമ പ്രവർത്തനെ കൊല്ലം കൊട്ടേഷൻ കൊടുത്തു. കേരളം ഗുണ്ടകളുടെ സ്വന്തം നാടാകുകയാണ്. രാഷ്ട്രീയക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പോലീസുകാർ കൂട്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഗുണ്ടകളുടെ വളർച്ച. പോലീസുകാരെ നന്നാവാൻ സമ്മതിക്കില്ല. പോലീസിനെ വെല്ലുവിളിക്കാൻ ഗുണ്ടാ നേതാക്കൾക്ക് ധൈര്യം നൽകുന്നതാണ്. ഏത് ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാർക്കാണ് ഗോഡ് ഫാദറിനെങ്കിൽ ധൈര്യം കൂടും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും 24-ന്റെ സംവാദ വേദിയിലേക്ക് സ്വാഗതം. നിങ്ങൾ കാണുന്നത് ഗോപു നന്ദല ജി മാർ തമ്മിൽ ബൈ SKN. ക്രിമിനൽ സംഘങ്ങളെയും അധോലോക സംഘത്തെയും ഒക്കെ സംസ്ഥാനത്തെ രാഷ്ട്രീയ കക്ഷികൾ ഉപയോഗിക്കുന്നു എന്ന ആരോപണത്തിന് ഒരുപാട് കാലത്തെ പഴക്കമുണ്ട്. മാത്രമല്ല നിരവധി കേസുകൾ പ്രതിയായ ആളുകൾ പലപ്പോഴും സാമൂഹ്യ രംഗത്ത് ഇടപെടുന്ന ക്രമസമാധാന പാലനത്തിനും പ്രശ്നമാകുന്നു എന്ന് ചർച്ച വരുമ്പോഴാണ് നമ്മൾ ഈ സംവാദം നയിക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരാണ് ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മാതൃഭൂമിയുടെ കൊല്ലം ബ്യൂറോ ചീഫായിരുന്ന പി ഉണ്ണിത്താൻ, ആന്റി ഗുണ്ടാ സ്ക്വാഡിൽ അംഗമായിരുന്ന മുൻ SI CH അലി അക്ബർ, കാക്കനാട് ഗുണ്ടാക്രമണത്തിൽ പരിക്കേറ്റ മുഹമ്മദ് ഷാഫിയുടെ പിതാവ് സിദ്ദിഖ് OM, സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന അലക്സാണ്ടർ ജേക്കബ് IPS, കണ്ണൂർ സെൻട്രൽ ജയിലിലെ മുൻ സൂപ്രണ്ട് ഡോക്ടർ വിജയൻ P, ക്രിമിനോളജിസ്റ്റ് ഡോക്ടർ ഫെവിൻ ബേബി, ഹൈക്കോടതി അഭിഭാഷകൻ ബ്രിജേഷ് പത്മനാഭൻ, BJP ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് സുമിത് ജോർജ്, മാധ്യമപ്രവർത്തകൻ രമേശ് രാമചന്ദ്രൻ, നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായ പെരുമ്പാവൂർ അസിന്റെ സംഘത്തിലുള്ള ഔറംഗസീബ്, മുൻ പോലീസ് സൂപ്രണ്ട് KM ആന്റണി. ഔറംഗസീബ്, താങ്കളുടെ വീട് എവിടെയാണ് ശരിക്കും? എന്റെ വീട് ആലുവ കമ്പനിപ്പടിയിലാണ്. കമ്പനിപ്പടിയിലാണ്. എവിടെ വരെ പഠിച്ചു? ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചു. എങ്ങനെ വിദ്യാഭ്യാസമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപിടി കേസിലൊക്കെ പെട്ടോ അന്ന്? അല്ല, അന്ന് അടിപിടി കേസൊന്നുമില്ല. രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൊക്കെ ഉണ്ടായിരുന്നു. അല്ല, അന്ന് KSUവിന്റെ ഇതായിട്ട് ഉണ്ടായിരുന്നു. പാർട്ടി നേതാവായിരുന്നു സ്കൂളിലെ ഇതായിട്ട് അത്യാവശ്യം പരസ്യമുള്ളല്ലേ അവിടെ ഇല്ലാത്ത രീതിയിൽ. ഓക്കെ, ഇത് ശരിക്കും ഈ കേസുകളിൽ പെട്ടുപോയി എങ്ങനെയാ? 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കേസ് ഒരു ചെറിയൊരു കേസ് വന്നായിരുന്നു സ്കൂളിൽ തന്നെ. വീട്ടിലൊരു സാഹചര്യമൊക്കെ എങ്ങനെയായിരുന്നു? എനിക്ക് 6 പെങ്ങന്മാരാണുള്ളത്. ആണായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഓ, അത് ശരി. ഇവരെ കല്യാണം കഴിപ്പിച്ചൊക്കെ അയച്ചോ? എല്ലാവരും കല്യാണം കഴിച്ചു. ഓക്കെ. ഫാദറിന് എന്തായിരുന്നു ജോലി? ഫാദറിന് ബോൾ ബെയറിംഗിന്റെ ഒക്കെ ബിസിനസ് ആയിരുന്നു. ബോൾ ബെയറിംഗ്. ഉമ്മയ്ക്കോ? ഉമ്മ വീട്ടിൽ തന്നെ. ഓക്കെ ഓക്കെ. അപ്പൊ എങ്ങനെയായിരുന്നു അത് ആദ്യത്തെ സംഭവം? ആദ്യം മനഃപൂർവ്വം. ഭയമുള്ള ആളാണോ താങ്കൾ? എനിക്ക് ഭയമില്ല. പേടിയില്ല? ഇല്ലില്ല. പേടി നമുക്ക് മാത്രമേ ഉള്ളൂ. അല്ല, പേടി അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ. അപ്പൊ ആദ്യം ഒരു ആവേശത്തിന്റെ പുറത്ത് 1-2 കേസിൽ പോയി പെട്ടതാണ്. പിന്നെ നിരന്തരമായിട്ട് പോലീസുകാര് ഇപ്പൊ പല സ്ഥലത്ത് എന്ത് നടന്നാലും നമ്മളെ വന്ന് പൊക്കിക്കൊണ്ടുപോകും. പിന്നെ നടന്നാലും നമ്മളെ പിടിക്കും. ആദ്യം കമ്പനിപ്പടി ഭാഗത്താണെങ്കിൽ എന്തിനു നമ്മൾ തന്നെ എടുത്തിട്ട് പോവാറ്. പിന്നെ അതിനുശേഷം പല കാര്യങ്ങളിലും പല വിഷയങ്ങളും ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ വെറുതെ വിളിച്ച് സ്റ്റേഷനിൽ നിർത്താം. അന്നെന്ന് പറഞ്ഞാൽ 6 കൊല കൂട്ടക്കൊല നടന്ന കേസ്. ഈ കരുതൽ തടങ്കൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായോ? ആദ്യം പ്രശ്നം നമ്മളെ പിടിച്ചാൽ ഉറപ്പായിട്ടും ഈ അവസാന സമയത്ത് വരെ പിടിച്ചുകൊണ്ട് നിർത്തേക്കായിരുന്നു. ആയങ്കയുടെ കേസിൽ പിടിച്ചോ? പിടിച്ചോ? ന്യൂസിലൊക്കെ. നമ്മളായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. അല്ല, അറിയണാണ്. നമ്മളായിട്ട് കമ്പനിയാണ്, കൂട്ടി തന്നെയാണ്. അപ്പൊ എല്ലാം കൂടെ ഇപ്പൊ എത്ര കേസിൽ പെട്ട് കാണും? ഒരു 10-22 കേസിൽ പെട്ട് ഇപ്പൊ എല്ലാം തീർന്നു. 7 കേസോളം നിലവിലുണ്ട്. ഇപ്പൊ എങ്ങനെയാ നമ്മുടെ ലൈഫിന്റെ സ്റ്റൈൽ? വളരെ മാന്യമായിട്ട് ജീവിച്ചു പോണാണ്. എന്നിട്ട് പോലും പല കേസിൽ ഇപ്പൊ പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ സാറ് തന്നെ ഒരു 3 മാസം മുമ്പ് തന്നെ ഒരു ദുബായ് സെക്സ് റാക്കറ്റ് കേസ് എന്ന് പറഞ്ഞൊരു കേസ് വന്നായിരുന്നു. ആ കേസിനെ പറ്റിയിട്ട് ഒരു കഥകളൊന്നും അറിയാത്ത രീതിയിൽ പല ചാനലുകളിലും ആ കുട്ടികളെയൊക്കെ ഒരുപാട് അതിലേക്ക് എടുത്തിട്ട് ഒരുപാട് വളരെ മോശമായ പ്രശ്നം. നിങ്ങോട്ട് ചെക്ക് ചെയ്യാൻ കിട്ടുന്നില്ല നമുക്ക് ഈ വാർത്ത വരുമ്പോഴേ. അങ്ങനെ പറ്റിയതെന്ന് തോന്നുന്നത്. അല്ല, ചെക്ക് ചെയ്യേണ്ടതല്ല. ഒരു വാർത്ത ഒരു കാര്യങ്ങൾ അറിയുമ്പോൾ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ വെറുതെ ഇരുന്നോട് ചാനലിൽ വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കാര്യം ശരിക്കും ഇപ്പൊ ഈ കേസ് ശരിക്കും ഓപ്പോസിറ്റ് ആയി. പ്രതികൾ വാദി പ്രതിയായി. എന്നിട്ട് ഇപ്പൊ പ്രതികളെല്ലാരും ഇപ്പൊ പരാതി കൊടുത്ത ആൾക്കാരൊക്കെ ദുബായിക്ക് മുങ്ങിയേക്കാണ്. അവർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസും കൊടുത്തു. അതൊന്നും ജനങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞാൽ ഏത് കേസാ അത്? ഇപ്പൊ സെക്സ് റാക്കറ്റ് കേസ് ദുബായ്. അതിൽ ഞാനതിൽ പൈസ വാങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ഇവിടെ വന്നിരിപ്പുണ്ട്. കാര്യം എനിക്ക് ഒരു ബന്ധമില്ല കേസിൽ. ശരിക്കും പറഞ്ഞൊരു വലിയൊരു കേസ് മൂടി വെക്കാൻ വേണ്ടിയിട്ട് ഇവര് ഒരു പെൺകുട്ടീനെ ക്രൂരമായി, ഒരു 13 വയസ്സുള്ള ഒരു പെൺകുട്ടീനെ ക്രൂരമായി റേപ്പ് ചെയ്തതിനു ശേഷം അത് മറച്ചു വെക്കാനായിട്ട് ഇങ്ങനെ ഒരു കേസ് ക്രിയേറ്റ് ചെയ്തിട്ട് കുറച്ച് പേരെ അതിൽ പെടുത്തിയതാണ്. 3 മാസം വരെ ദുബായിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ പെടുത്തിയതിനു ശേഷം
ആണ് ഇങ്ങനത്തെ ഒരു കഥ ഉണ്ടാക്കിയിട്ട് അവരിപ്പോ പോയേക്കണം. അവർക്കെതിരെ ഇപ്പൊ വാദി പ്രതിയായോ ഇപ്പോ? വാദി പ്രതിയായി. അതൊരു ചാനലിൽ നമ്മൾ കാണുന്നില്ല. നമുക്കൊന്ന് അന്വേഷിക്കാം അത്. ഉറപ്പായിട്ടും. ജയിലിൽ കിടന്നോ? ഈ കേസിലാണോ? അല്ല, ഏതെങ്കിലും കേസിൽ ജയിലിൽ കിടന്നിട്ടുണ്ട്. കുറെ കാലം കിടന്നു. കിടന്നിട്ടുണ്ട്. അപ്പൊ ഈ ഇതിനെ നിങ്ങളെ യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനക്കാരും അങ്ങനെയുള്ള ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കുന്നു. അതുപോലെ വാടക കെട്ടിടങ്ങൾ ഒഴിപ്പിക്കുക, റിയൽ എസ്റ്റേറ്റ് പരിപാടി, അങ്ങനെയുള്ള കേസുകളിലൊക്കെ അങ്ങനെയുള്ള പരിപാടിക്കൊന്നും പോയിട്ടില്ല. ഇല്ലില്ല. ഓക്കെ. അപ്പൊ എന്തുവാ നമുക്ക് ജീവിക്കാനുള്ള വഴി? ജീവിക്കാനുള്ള ചെറിയ ബിസിനസ് ഉണ്ട്. എന്ത് പരിപാടി അത്? ചെറിയ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള റെന്റിന്റെ പരിപാടികളും ജീവിച്ചു പോകാൻ പറ്റുമോ? കുഴപ്പമില്ലാണ്ട് ജീവിച്ചു പോകാൻ പറ്റും. ഈ നമുക്കിപ്പോ ഒരിക്കൽ ഇതിൽ നമ്മളിപ്പോ ഇത്തരം അതിലൊക്കെ പരിപാടിയൊക്കെ ചെയ്തിട്ട് ഒരിക്കൽ നമ്മൾ നന്നാവാൻ തീരുമാനിച്ചാൽ സമൂഹം നമ്മളെ വിടുവോ? സമൂഹം നന്നാകണല്ല, പോലീസുകാരെ നന്നാവാൻ സമ്മതിക്കൂല. ഇല്ല, അതിനുള്ളൊരു അവസരം അവർ തരൂല. എല്ലാ കാര്യങ്ങളും ഇപ്പൊ പറഞ്ഞ മാതിരി തന്നെ ഈ കേസുകൾ ഉൾപ്പെടെ എല്ലാം ചുമ്മാ വെച്ച് തലയിൽ വെച്ച് തരുന്ന കേസുകളാണ്. നമുക്ക് നന്നാവാനായിട്ട് ഒരുപാട്, ഇപ്പൊ ഞാൻ ഒരുപാടാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നന്നാവാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കുള്ള അവസരങ്ങൾ ഒന്നും കൊടുക്കില്ല. ഇപ്പൊ ഞാൻ രാവിലെ എന്ത് കഴിക്കണത്, രാത്രി അവിടെ കിടന്ന് ഉറങ്ങണമെന്ന് വരെയും പോലീസുകാർ അന്വേഷിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇത് നന്നാവാനായിട്ടൊരു ചാൻസ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കാര്യം എല്ലാത്തിനും മാറി ഒതുങ്ങി നിന്നാലും പല കേസുകളിലും വാർത്ത വരുമ്പോൾ ഫസ്റ്റ് ഔറംഗസീനെ പിടിച്ചു, ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുള്ളൂ, അപ്പൊ ചാനലിൽ കാണാൻ പറ്റും എന്നെ പിടിച്ചെന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയുള്ള ഒരു അവസരങ്ങൾ ഉണ്ടാവുന്നില്ല. അപ്പൊ എല്ലാവരും പറഞ്ഞു ഓൾറെഡി നമ്മൾ ഗുണ്ടകളാണല്ലോ, ഈ ഗുണ്ടകളാവണത് എങ്ങനെയാണ്? താങ്കൾ സൗഹൃദത്തിലാണോ ഇപ്പോഴും? അല്ല, ഇപ്പൊ ഉടക്കായി. എന്താ ഉടക്കാൻ കാര്യം? കുറച്ചുകാലം അയാളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അല്ല, ഒരു 7-8 വർഷം ഞാൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഉടക്കുന്നല്ല, നമ്മളെ കുറെ ആൾക്കാർ ജനങ്ങളെ പറ്റിച്ചിട്ട് പുള്ളി പോയി കളഞ്ഞു. അപ്പൊ ഓപ്പോസിറ്റ് ആയി ഓൾറെഡി. ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അതായത് നമ്മളിപ്പം ജീവിതത്തിൽ നമ്മൾ എല്ലാ വർഷവും നമുക്ക് ഈ പരിപാടിയായിട്ട് തുടരാൻ പറ്റത്തില്ല. എപ്പോഴെങ്കിലും ഒരു മാനസികമായിട്ട് നമുക്കൊരു പശ്ചാത്തലം ഫീൽ ചെയ്യൂ, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നമ്മൾ ജീവിക്കേണ്ടിയിരുന്നത്? അതിനൊരു ടൈം കിട്ടൂല സാറേ. കാര്യം ഒന്ന് കഴിയുമ്പോഴേക്കും അടുത്ത കേസുകൾ ചുമ്മാ വെച്ച് തരാണ്. പിന്നെ നേരെ അകത്തേക്ക് പിടിച്ചു, അകത്ത് കിടന്ന കേസിന് പുറത്തിറങ്ങിയതിനു ശേഷം വീണ്ടും പിടിച്ചതിട്ടുണ്ട്. താങ്കളെ ഉൾപ്പെടെ ഒരുപാട് പ്രതികൾ സാധാരണ പറയുന്ന ഒരു കാര്യമായത് പോലീസുകാർ കാരണം നമ്മൾ കേസ് കെട്ടിലാകുന്നു എന്നുള്ളത്. അല്ല, ഈ കേസ് തന്നെ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ ഈ കേസ് തന്നെ ഞാൻ കേസാണത്. അല്ല, അത് ആയങ്കയുടെ കേസ് കഴിഞ്ഞതിന് ശേഷം അതിന് മുന്നേ കാപ്പ ചുമത്തിയോ? കാപ്പ തുടക്കത്തില് ഇതിൽ വന്ന സമയത്ത് പോലീസുകാർ സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ഇല്ല, സമ്മതിക്കാനുള്ള 24 മണിക്കൂർ ഇത് തന്നെ. 10 പ്രാവശ്യം കോൾ. ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങളെപ്പോലെ ഒരുപാട് ആൾക്കാരെ ഡീൽ ചെയ്തതാണല്ലോ നമ്മുടെ സാർ അലക്സാണ്ടർ സാർ. ഈ അങ്ങ് ജയിൽ DGP ആയിരുന്നു. ഇങ്ങനെയുള്ള ആൾക്കാരെ നേരെയാക്കാൻ അങ്ങ് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ജയിലിൽ കുറേ അധികം പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ഈ ഏതെങ്കിലും ജീവിത സാഹചര്യത്തിൽ ഇങ്ങനെ ഗുണ്ടാപ്രവർത്തനങ്ങളിലോ അധോലോക പ്രവർത്തനങ്ങളിലോ കള്ളക്കടത്തിലോ ഒക്കെ ഏർപ്പെട്ടിട്ടുള്ള കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരം കിട്ടാതെ പോകുന്നു, അവരെ പിന്നെ കേസ് കുരുക്കുന്നു പോലീസ് എന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? അല്ല, ആദ്യമായിട്ട് ഇതെന്താണെന്ന് മനസ്സിലാക്കണം. ഗുണ്ടാന്നൊരു വാക്ക് ഇന്ത്യയിലെ ഖൂൻ, രക്തം, അതുണ്ടാക്കുന്ന ദാദ എന്നർത്ഥത്തിൽ വന്നുവെന്നും ഗൂൺ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വാക്കിലിന്റെ കൂടെ ദാദാ ചേർത്താണ് ഗുണ്ട ഉണ്ടായെന്ന് പറയുന്നു. നമുക്ക് അറിഞ്ഞൂടാ. അങ്ങനെയാണോ അതിന്റെ അർത്ഥം? എനിക്കറിഞ്ഞൂടാ. 2 വാദങ്ങളുണ്ട് ഇത് എങ്ങനെ വന്നു എന്നുള്ളത്. അപ്പൊ ചില സ്ഥലത്ത് ഗുണ്ട എന്നറിയപ്പെടും, ചില സമയത്ത് ഹുട്ട്ലംസ് എന്നറിയപ്പെടും, വേറെ ചിലത്ത് അണ്ടർവേൾഡ് എന്നറിയപ്പെടും. ഇങ്ങനെ ഓരോ പേരാണ്. പണ്ട് നമ്മളിവിടെ ചാവേറുകൾ എന്നറിയപ്പെട്ടിരുന്നു, കേരളത്തിൽ പണ്ടറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ബ്രൗൺ ഷർട്ട്, പൊളിറ്റിക്കൽ, പല യൂറോപ്പിലൊക്കെ പല പല വാക്കുകൾ ഉപയോഗിക്കും. അപ്പോൾ ഈ വാക്കുകൾ ഉപയോഗിക്കുന്ന സംഭവം വരുന്നത് ചില സോഷ്യൽ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ്. ഒന്ന്, ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കണം. രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കണമെങ്കിൽ ഗുണ്ട ഇല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടി വർക്ക് ചെയ്യാൻ പറ്റിയല്ല. അപ്പൊ അതില്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. രാഷ്ട്രീയ പാർട്ടി ഓപ്പറേറ്റ് ചെയ്യുന്നത് എതിര് വരുമ്പോൾ അതിനെ തട്ടി മാറ്റിയാലേ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങളെ പോലീസില് കമ്മി ഗുണ്ട, കോങ്ങി ഗുണ്ട, സംഘി ഗുണ്ട ഞങ്ങൾ മാറി മാറി വിളിക്കും. പാർട്ടി അനുസരിച്ച് വിളിക്കും. ഒരു മതവിഭാഗം വരുന്നു, മതവിഭാഗം വർക്ക് ചെയ്യണമെങ്കിൽ ഗുണ്ട ഉണ്ടായാലേ പറ്റുള്ളൂ. അപ്പോൾ ഹിന്ദുക്കളുടെ ഗുണ്ടയാണ് ആചാര ഗുണ്ടയെന്ന് വിളിക്കും, മറ്റേ ജിഹാദി ഗുണ്ടയെന്ന് വിളിക്കും, മുസ്ലിമിന്റെ ഗുണ്ട. ക്രിസ്ത്യാനികള് വിളിക്കുന്നത് കുരിശു ഗുണ്ട എന്നാണ്. പള്ളി പിടിക്കണം, ഗുണ്ട ഉണ്ടായാലേ പറ്റുള്ളൂ. മറ്റ് മതങ്ങളെ ജീവിച്ചിരിക്കുന്നവരെ ആക്രമിക്കത്തുള്ളൂ. മറ്റേ ക്രിസ്തു മതത്തിലാണെങ്കിൽ ശവം കയറാതിരിക്കാനും ഗുണ്ട ഉപയോഗിക്കുകയാണ്, ഈ കുരിശു ഗുണ്ട ഉപയോഗിക്കുകയാണ്. പിന്നെ ഒരു ഇൻട്രസ്റ്റ് തുടങ്ങണം. ഇൻട്രസ്റ്റ് തുടങ്ങി ഗുണ്ട ഇല്ലാതെ ഇൻട്രസ്റ്റ് തുടങ്ങാൻ പറ്റുമോ? ഒരു സ്ഥലം അക്വയർ ചെയ്യണം, ഗുണ്ട വേണം. മറ്റുള്ളവരെ അടിച്ചോടിക്കണം, ഗുണ്ട വേണം. താമസിക്കുന്നവർ ഒഴിപ്പിക്കണം, ഗുണ്ട വേണം. അപ്പോൾ ഒരു തുറമുഖം വരിക, ഭയങ്കര ഡിമാൻഡുള്ള പ്രോപ്പർട്ടി. തുറമുഖം തുടങ്ങാണ്, ഗുണ്ടയില്ലാതെ പറ്റുമോ? ഇവിടെ ഇൻട്രസ്റ്റ് തുടങ്ങാൻ ആദ്യം അവർ 100 ഗുണ്ടയെ റിക്രൂട്ട് ചെയ്യും. അവർ വന്നിട്ടാണ് ഈ സ്ഥലം ക്ലിയർ ചെയ്ത് ആളുകളെ കുടിയൊഴിപ്പിച്ച് അവിടെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്, ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ പോലീസിന്റെ ജോലി എന്ത് സാറേ? അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗുണ്ട ഉണ്ടായിരുന്നത് കൽക്കരി ഖനികളിലായിരുന്നു. കൽക്കരി ഖനി വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഗുണ്ടകൾ വേണം. അപ്പോൾ ഓരോ കൽക്കരി ഖനി ആദ്യം ഗുണ്ടകളെ റിക്രൂട്ട്, അവരാണ് ഈ ഗ്രൗണ്ട് റെഡിയാക്കുന്നത്. അവസാനം ഈ കൽക്കരിക്ക് ഞങ്ങൾ നാഷണലൈസ് ചെയ്തു. ആ നാഷണലൈസ് മന്ത്രിയെ 1 മാസത്തിനകം ഒരു വിമാനം തകർത്ത് അയാളെ കൊന്നുകളഞ്ഞു. അപ്പോൾ ഒരു പട്ടണം വികസിക്കുകയാണെങ്കിൽ അണ്ടർ വേൾഡ് വേണം. ബോംബെയിലൊക്കെ ആ ഗുണ്ടാ സംഘം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഘമാണ്.
അപ്പോൾ ഈ സംഘങ്ങളില്ലാതെ ഒരു ഇൻഡസ്ട്രി നടക്കുകയില്ല, ഒരു പുതിയ സംരംഭം നടക്കുകയില്ല, ഒരു ടൗൺ വളരുകയില്ല, ഒരു രാഷ്ട്രീയ പാർട്ടി വളരുകയില്ല, ഒരു മതം വളരുകയില്ല. അപ്പോൾ ഗുണ്ട എന്ന് പറഞ്ഞവരെ അങ്ങ് ആക്ഷേപിച്ച് കളയരുത്. അവരൊരു സമുറായിയെ പോലെ അല്ലെങ്കിൽ ചാവറുകളെ പോലെ ഒരു ആംഡ് റെസിസ്റ്റൻസ് ഗ്രൂപ്പാണ്. അപ്പോൾ ഈ ഗുണ്ടകൾ ഇല്ലാതാവണമെങ്കിൽ സാമ്പത്തികമായിട്ട് ഉയരണം. ഇപ്പോൾ നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്. അല്ല, ഇതിന്റെ ബേസ് സാറിന്റെ ദൃഷ്ടിയിൽ സാമ്പത്തിക പ്രശ്നമാണോ? സാമ്പത്തിക പ്രശ്നവും ഇൻഡസ്ട്രി ഗ്രോ ചെയ്യുമ്പോൾ ഗുണ്ട ഉണ്ടായാലേ പറ്റുള്ളൂ. രണ്ട് മതങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടായാല് ഗുണ്ട ഉണ്ടായാലേ മതങ്ങൾ ജീവിക്കാൻ പറ്റുള്ളൂ. രണ്ട് രാഷ്ട്രീയ പാർട്ടിയും ഒരു ഏരിയ പിടിച്ചടക്കാൻ ശ്രമിക്കണം. സാറ് പറഞ്ഞെന്ന് ഇതൊരു ആവശ്യ ഘടകം. രണ്ട് രാഷ്ട്രീയ പാർട്ടി ഒരു സ്ഥലം പിടിച്ചടക്കാൻ നോക്കണം. ഗുണ്ട ഇല്ലാതെ പ്രവർത്തനം നടക്കും. അപ്പൊ ഇതൊരു മസ്റ്റാണ്. അപ്പൊ നോർവേ, സ്വീഡൻ, ഡെൻമാർക്കിലൊക്കെ സാമ്പത്തികമായിട്ട് അവരങ്ങ് വളർന്നു. അതോടെ ദൈവം വേണ്ട, ഇവിടെ ഒരു പള്ളിയും വേണ്ട, അവിടെ ഗുണ്ട ഇല്ല. കാര്യം ഗുണ്ടയ്ക്ക് ആവശ്യമില്ല അവിടെ. അപ്പൊ നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക് ഈ സമുദായം ഇല്ലാതായി. എന്നാൽ ചില രാഷ്ട്രങ്ങൾക്ക് ഈ ഗുണ്ട ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അമേരിക്ക, ഇസ്രായേലും ഒക്കെ പല രാജ്യത്താണ് അവർ ടെററിസ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ അവസ്ഥ എന്തുവാ സാർ? ഇന്റർനാഷണൽ ഗുണ്ടയാണ് അവർക്ക് വർക്ക് ചെയ്യുന്നത്. ഒരു രാജ്യത്ത് ഒരു ലോക്കൽ ഗുണ്ടായിസെ കുറിച്ച് ഞാൻ പറയാം. ഇവിടെ യഥാർത്ഥത്തിൽ ഈ നമ്മുടെ സംസ്ഥാനത്ത്, കേരളമാണല്ലോ ഇപ്പോൾ നമ്മുടെ ചർച്ചാ വിഷയം, കേരളത്തിൽ ഗുണ്ടായിസം എങ്ങനെയാണ്? കാര്യം പോലീസിന് നേരിടാൻ പറ്റാത്തതിൽ ഗുണ്ടായിസം വളരുന്നുണ്ട്. ഗുണ്ടായിസം പോലീസ് അതിനെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അല്ല, ഗുണ്ടായിസം വളരണമെങ്കിൽ 2-3 ഫാക്ടേഴ്സ് വേണം. തൊഴിലില്ലായ്മ വേണം. കേരളത്തിൽ ഇപ്പൊ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ 75 ലക്ഷം പേർക്ക് തൊഴിലില്ല. തൊഴിലില്ലാത്തവൻ എന്തെങ്കിലും അവന്റെ കഞ്ഞു കുടിക്കാൻ വക വേണ്ടേ? അപ്പോൾ ഒരു ഗുണ്ട റിക്രൂട്ട്മെന്റ് വരുമ്പോൾ ഇവൻ അവിടെ ചെല്ലും, അവിടെ ടേക്ക് ഓവർ ചെയ്യും. അൺഎംപ്ലോയ്മെന്റ് ഒരു ഫാക്ടറാണ്. ഈ ജനസാന്ദ്രത കൂടിക്കഴിഞ്ഞാൽ ഗുണ്ടകളുടെ എണ്ണം കൂടും. കാര്യം അവിടെ സംഘർഷം ആരംഭിക്കുകയാണ്. അപ്പോൾ ആ സംഘർഷത്തിൽ സെറ്റിൽ ചെയ്യണമെങ്കിൽ ഗുണ്ട ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പം ജനസാന്ദ്രത കൂടുന്ന കേരളം പോലെ ജനസാന്ദ്രത കൂടിയ സ്ഥലത്ത് ഗുണ്ടകളില്ലാതെ ഈ സമൂഹം ജീവിക്കാൻ പറ്റിയല്ല. മനസ്സിലാവും? സംഘർഷ മേഖലയിൽ ഗുണ്ട ഇല്ലാതെ പറ്റിയല്ല. തൊഴിലില്ലായ്മ കൂടിക്കഴിഞ്ഞാൽ ഗുണ്ട ഇല്ലാതെ പറ്റിയല്ല. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഗുണ്ടകൾ നമ്മൾ തെറ്റായ രീതി കണ്ടുകൾ ചിലപ്പോൾ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് ഗുണ്ട ഉണ്ടായാലേ പറ്റുള്ളൂ. ഈ ഡെവലപ്മെന്റ് തിയറി വളരെ ഒരു ഇൻഡസ്ട്രി ഉണ്ടാകും, രാജ്യത്തിന്റെ വികസനത്തിന് ഗുണ്ട ഉണ്ടല്ലേ. ഒരു ഇൻഡസ്ട്രി വികസിക്കണമെങ്കിൽ ഗുണ്ട ഇല്ലാതെ പറ്റിയല്ല, അത് ക്ലിയർ ചെയ്യാൻ പറ്റിയല്ല. മനസ്സിലാവുന്നുണ്ടാ? അപ്പൊ ഈ ഗുണ്ടായിസത്തെ നേരിടാൻ 2-3 മാർഗമുണ്ട്. ഒന്ന് എക്കണോമിക് ഗ്രോത്ത് ആണ്. അല്ല, ഇവർക്കൊക്കെ മാന്യമായ ഇപ്പൊ ഔറംഗസീബിന് തന്നെ അത്യാവശ്യം ജോലിയൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഈ മനുഷ്യൻ ആ വഴിയിൽ അതിൽ വരികയില്ല. പിന്നെ ഈ പോലീസ് ഒരു ഗുണ്ടയെ കൈ കെട്ടി കഴിഞ്ഞാൽ വൺസ് എ ഗുണ്ട ഓൾവേസ് എ ഗുണ്ട, അവന് രക്ഷപ്പെടാൻ സമ്മതിക്കത്തില്ല. എന്ത് കേസ് വന്നാലും പിടിച്ചവൻ തലയിടുകയാണ്. അപ്പൊ ഞാൻ എറണാകുളം കമ്മീഷൻ ആയിരിക്കുകയാണ്. അപ്പൊ ഒരു കേസ് തുമ്പില്ല. അപ്പൊ സർക്കാർ സാറില്ല, അവിടെ 3 ഗുണ്ടുണ്ട്, അവന്റെ പേരിൽ അതങ്ങ് ചാർജ് ചെയ്യാം പറഞ്ഞു. നമ്മളത് പറ്റത്തില്ല. എന്റെ മനസാക്ഷി കുറ്റവാളിയാണല്ലോ, അവനെ പിടിക്കാമെന്ന് പറഞ്ഞു. അവൻ ചുമ്മാ ഒരു ഈ മേലുദ്യോഗസ്ഥനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി 3 ഗുണ്ടയുടെ പേരിൽ ആ കേസം കെടുക്കുവാണ്. അപ്പൊ ഏതെങ്കിലും ഒരു കേസിൽ അബദ്ധത്തിൽ ഒരു ഗുണ്ട പെട്ടുപോയാൽ അവന് ജീവിതകാലത്ത് രക്ഷപ്പെടാൻ നടക്കത്തില്ല. ഓൾവേസ് ഗുണ്ട. അപ്പൊ ഞങ്ങൾ ഈ ഗുണ്ടയെ രക്ഷപ്പെടുത്താൻ വേണ്ടി സ്ഥലം മാറാൻ പറയും, ഇവിടുന്ന് വേറൊരു സ്ഥലത്ത് താമസിക്കാന്ന് പറയും. എങ്കിൽ അവൻ രക്ഷപ്പെടില്ല, അവൻ രക്ഷപ്പെടുകയില്ല. പിന്നെ ജയിൽ ഡിപ്പാർട്ട്മെന്റിൽ ഒരു 12,000 ഗുണ്ടകൾ വന്ന് കയറി. അപ്പോൾ ഈ ഗുണ്ടകളെ റിഫോം ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബ്രാഞ്ച് ഞങ്ങളുടെ ജയിലിൽ തുടങ്ങി. അപ്പോൾ അതിനകത്ത് ഒരുത്തനെ PhD എടുത്തു, 3 പേര് MBA എടുത്തു. പിന്നെ ESLC എക്സാമിനേഷൻ വെച്ചു. 10ാം ക്ലാസ് പാസ്സാവാത്തവർ ESLC എക്സാമിനേഷൻ വെച്ചിട്ട് ഒരു 10-100 പേരങ്ങ് പാസ്സായി. അല്ല, ഇങ്ങനെയുള്ള ആൾക്കാരെ നവീകരിക്കാൻ പറ്റി സാറിനല്ലേ? പറ്റും. അപ്പോൾ ഈ അക്ഷരാഭ്യാസം ഇല്ലാത്തവർ ഗുണ്ടായുസത്തിൽ പോയവരെ വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് മാറാൻ തുടങ്ങി. എല്ലാ ജയിലിലും ലൈബ്രറി വെച്ചു, ആളുകൾ പുസ്തകം വായിക്കാൻ തുടങ്ങി. അപ്പോൾ എന്ത് പറ്റി? അവനതിൽ പിന്മാറണം തോന്നി. അപ്പൊ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങി, കറി ഉണ്ടാക്കാൻ തുടങ്ങി. 8 രൂപയുടെ ചപ്പാത്തി 2 രൂപ കൊടുത്തു. 30 രൂപയുടെ ഇതിൽ ഇടപെട്ട ആളുകൾ എന്ത് ചെയ്യുന്നറിയാമോ? ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് അവരുടെ വീട്ടിൽ ഹോം കിച്ചൺ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അവന് ഗുണ്ടായുസത്തിന് പോണ്ട, അവൻ അതുകൊണ്ട് ജീവിക്കാൻ പറ്റും. സ്ത്രീകൾ സ്റ്റിച്ചിങ് പഠിപ്പിച്ചു, എംബ്രോയിഡറി പഠിപ്പിച്ചു. ആ സ്ത്രീകൾ വീട്ടിൽ പോയിട്ട് പിന്നെ ഈ ഗുണ്ടായുസത്തിനും കഞ്ചാവ് വിൽക്കാനും പോണ്ട. ആ സ്ത്രീകൾ സ്വന്തം വീട്ടിൽ സ്റ്റിച്ചിങ് മെഷീൻ വാങ്ങിച്ചു വെച്ചു, തുണി തയ്ക്കി കൊടുക്കാൻ തുടങ്ങി, എംബ്രോയിഡറി ചെയ്യാൻ തുടങ്ങി, ഹോമിൽ കിച്ചൺ ഉണ്ടാക്കി. എന്നിട്ട് വീട്ടിൽ നിന്ന് വീട്ടിലൂടെന്ന് പറഞ്ഞ പരിപാടി തുടങ്ങി. അപ്പോൾ ഇത് ആ സ്ത്രീകൾ വരാം. അപ്പം ഞാൻ ജയിലിൽ വരുമ്പോൾ 520ഓളം സ്ത്രീകൾ ജയിലിലുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം കൂടെ 190 ഉള്ളൂ. കാരണം ഈ സ്ത്രീകൾ ക്രൈമിലോട്ട് വരാതായപ്പോൾ അവരങ്ങോട്ട് രക്ഷപ്പെട്ടു. അപ്പൊ എന്ത് പറ്റി? എനിക്കൊരു പേര് കിട്ടി, ചപ്പാത്തി DGP. എന്റെ പേര് ചപ്പാത്തി DGP. നന്മ ചെയ്തിട്ട് പകരം കിട്ടിയത് ചപ്പാത്തി DGP എന്നൊരു പേരാണ്. അപ്പൊ ഈ രക്ഷപ്പെടാൻ എപ്പോഴും സമ്മതിക്കല്ല ഗുണ്ടകളെ. ഞാൻ വരാം. ഓക്കെ ഉണ്ണിത്താൻ, അപ്പൊ ശരിക്കും നമ്മുടെ മാധ്യമരംഗത്ത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട പ്രശ്നമായിരുന്നു താങ്കളെ ആക്രമിച്ച കാര്യം. ശരിക്കും അത് ജനങ്ങളുടെ ഓർമ്മയിലേക്ക് വരാൻ വേണ്ടി പെട്ടെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു സംഭവം? കൊല്ലം ഗസ്റ്റ് ഹൗസിലെ പോലീസ്, അബ്കാരികള്, പിന്നെ കുറെ സ്ത്രീകള്, അവരെ ചേർന്നൊരു പാർട്ടി നടക്കാണ്. വലിയ പാർട്ടിയാണ്. ഞങ്ങള് ഒരു ഇൻഫർമേഷൻ കിട്ടി അവിടെ ചെല്ലുമ്പോ പോലീസുകാര് അർദ്ധനഗ്നരായി നിൽക്കുക, മദ്യപിച്ച് മതോന്മത്തരായി കുറെ സ്ത്രീകളുടെ പിന്നാലെ ഓടുന്ന കാഴ്ചയാകണം. അത് തിരിച്ച് ഓഫീസിൽ വന്നപ്പോഴത്തേന് അത് കൊടുക്കരുതെന്ന് പറഞ്ഞ് ഭയങ്കര ഭീഷണിപ്പെടുത്തലായി. പിന്നെ പൈസ ഇറക്കലായി. 1 കോടി രൂപയും
ഒരു കാറും ഒരു ഫ്ലാറ്റും വാഗ്ദാനം ചെയ്തത്. അന്നത്തെ കാലത്ത് ഇത് വർഷം ഏതാ? 1 കോടി രൂപയൊക്കെ ഓഫർ ചെയ്യുന്നത് 2009 അല്ലേ? ഓക്കെ. അപ്പൊ ആ ടീമിന്റെ ശക്തിയാണ് ആ പൈസയിൽ കാണുന്നത്. അതെ അതെ. പോലീസ്, സ്പിരിറ്റ്, ഗുണ്ടകള്. അപ്പൊ അവിടെ ചെന്നു. നമ്മുടെ ശമ്പളം ഒരു 1,00,000 രൂപയ്ക്ക് അപ്പുറത്തല്ലേ കാണൂ? അതിന് താഴെയാ. അപ്പോൾ നമ്മൾ 1 കോടി ഓഫർ ചെയ്തിരിക്കുന്നത്. എന്നാ പരിപാടിയാണ്. എന്നിട്ട് അപ്പൊ അന്ന് കെ ഗോപാലകൃഷ്ണൻ മാർബണി എഡിറ്റർ. അപ്പൊ അദ്ദേഹം ആ കാര്യം വിളിച്ചു പറഞ്ഞു. അപ്പൊ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഒന്നും ശങ്കിക്കേണ്ട, വാർത്ത ചെല്ലാൻ പറഞ്ഞു. പക്ഷെ ആ വാർത്ത മാതൃഭൂമി മാത്രമാണ് കൊടുത്തത്. വേറെ ഒരു പത്രവും അടുത്ത ദിവസം വാർത്ത കൊടുത്തില്ല. നമ്മൾ വാർത്ത എഴുതി, ശക്തമായി തന്നെ നടപടി ഉണ്ടായി. പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുകയും അവരെ ദൂരങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. അതിന്റെ വൈരാഗ്യത്തിലാണ് അവരെന്നെ 2011 ഏപ്രിൽ 16 അവര് പോലീസ് കൊട്ടേഷൻ കൊടുത്തു. ജനങ്ങളുടെ ജീവിതവും സംരക്ഷണവും ഉറപ്പാക്കേണ്ട പോലീസ്, ഭരണഘടന സംരക്ഷിക്കേണ്ട പോലീസ്. ആ പോലീസ് എന്ത് ചെയ്തു? ഒരു മാധ്യമ പ്രവർത്തനെ കൊല്ലം കൊട്ടേഷൻ കൊടുത്തു. ശാസ്താംകോട്ട വെച്ച് വളരെ ക്രൂരമായി ഞാൻ ആക്രമിക്കപ്പെട്ടു. അക്രമ സംഘത്തില് 7 പേരുണ്ടായിരുന്നു. ഈ കേസ് പിന്നെ എടുത്തു. പിന്നെ അതാണ് എന്റെ രസം. ഇപ്പോഴും അത് സുപ്രീം കോടതി പെൻഡിങ്ങിലാണ് അതിന്റെ ഒരു അപ്പീലുമായി ബന്ധപ്പെട്ട്. എന്നിട്ട് അത് CBI എടുത്തു കേസ്. സംസ്ഥാന ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, ആദ്യം നമ്മുടെ പോലീസ് അന്വേഷിച്ചു, പിന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, പിന്നെ CBI വന്നു. ഉമ്മൻചാണ്ടി അച്യുതന്റെ ഒക്കെ വലിയ സഹായകത്തിലുണ്ടായിരുന്നു. വളരെ നിഷ്പക്ഷമായിട്ട് ആ കേസ് അന്വേഷിക്കാമായിരുന്നു. പക്ഷെ ഇതിനകത്ത് തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു ഫാക്ട്, ഈ ഗുണ്ടകൾ 6 മാസം കറക്റ്റ് ആശുപത്രിയിലായിരുന്നു. പിന്നെ 1 കൊല്ലം വീൽ ചെയറിലായിരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മുടെ MD-യുടെയും വീരേന്ദ്രകുമാറിന്റെയും കെ ഗോപാലകൃഷ്ണന്റെ സഹായം ഭയങ്കര വലുതായിരുന്നു. പിന്നെ മാധ്യമ ലോകം ഒന്നടങ്കം ഒറ്റക്കെട്ടായി കൂടി ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഓർമ്മയുണ്ട്. എല്ലാവരും നിലകൊണ്ടു. പിന്നെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും VM സുധീരന്, അതേപോലെ പിന്നെ AK ആന്റണി, അതുപോലെ ഉമ്മൻചാണ്ടി, അച്യുതാനന്ദന്, അങ്ങനെ എത്ര കൊല്ലമായി? ഇപ്പൊ ഏതാണ്ട് 12 വർഷം കഴിഞ്ഞു. കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല. ഇല്ല, ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ നടക്കുന്ന ഒരു കാര്യം വെച്ചാല്, ഈ കുറച്ച് കേരളത്തിലൊരു 75% പോലീസ് നല്ലത് തന്നെ, 75% രാഷ്ട്രീയക്കാരും നല്ലത് തന്നെ. പക്ഷെ 25 പോലീസും ക്രിമിനലാണ്, രാഷ്ട്രീയക്കാരും ക്രിമിനലാണ്. ഉദാഹരണം പറയാം, കേട്ടോണം. എന്റെ കേസിലെ പ്രതി അബ്ദുൾ റഷീദ് 1 കൊല്ലം ജയിലിൽ കിടന്നു. DYSP ജയിലിൽ കിടന്നിട്ട് ഇദ്ദേഹത്തെ സർവീസ് പ്രവേശിക്കണമെന്ന് ആവശ്യപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപയും സ്വാധീനവുമായിട്ട് ഉമ്മൻചാണ്ടി പുറകെ പോയി. ഉമ്മൻചാണ്ടി പറഞ്ഞു പറ്റില്ല, പോകാൻ പറഞ്ഞു. പിന്നെ തിരുവഞ്ചൂർ വന്നു. തിരുവഞ്ചൂരും പറഞ്ഞു ആ പണി പറ്റത്തില്ല, ഇങ്ങോട്ട് വരികയോ വേണ്ടെന്ന് പറഞ്ഞു. ഗുണ്ടകളായ, അതായത് ക്രിമിനലായ പോലീസിനെ സഹായിക്കുമ്പോൾ പിന്നെ എങ്ങനെ ഗുണ്ടായുസം വളരായിരിക്കും? പിന്നെ എങ്ങനെ ഗുണ്ടകളായി പോലീസ് തന്നെ ഗുണ്ടയായ കഥയാണ് എന്റെ സംഭവത്തിൽ ഉണ്ടായത്. രാഷ്ട്രീയ സംരക്ഷിക്കാൻ രാഷ്ട്രീയക്കാർ സംരക്ഷിച്ചില്ലെങ്കിൽ പോലീസും ഓക്കെയാവും, ഗുണ്ടകളും കുറയും. രമേശേ, അപ്പൊ സിറ്റുവേഷൻ കുറച്ച് മോശമാ. ഉണ്ണിത്താൻ പറഞ്ഞത് കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞതിനകത്ത് തെറ്റൊന്നുമില്ല. കാര്യം ഇവിടെ പറഞ്ഞ ഈ ഗുണ്ടകൾക്കൊക്കെ ഒരു പ്രത്യേക മാനസികാവസ്ഥയുണ്ട്. അവരത് പിന്നെ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മാറത്തില്ലെന്നൊക്കെ പറഞ്ഞു. അതൊരു ശരിയായ കാര്യം തന്നെയാണ്. സാറ് പറഞ്ഞാൽ ഗുണ്ടകളില്ലാതെ ഈ രാജ്യം മുന്നോട്ട് പോകത്തില്ല, ഗുണ്ടകൾ എല്ലാത്തിനും വേണമെന്ന് പറയുന്നതൊക്കെ തെറ്റായ കാര്യമാണ്. അത് ഗുണ്ടകളെ വളർത്താൻ പോലീസ് തന്നെ സഹായം ചെയ്ത് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഒരു ഗുണ്ടയെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് പോലീസ് തന്നെയാണ്. പിന്നെ അത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പിന്നെ കൊല്ലത്ത് നടന്നൊരു സംഭവം, രാജരാജേശ്വരി ഗുണ്ടാ സംഘം എന്നും പറഞ്ഞ് ഒരു ഗുണ്ടാ സംഘം അങ്ങ് ഫോം ചെയ്തു. അത് പോലീസിന്റെയും ഒരു മാധ്യമത്തിന്റെയും കൂടെ തിരക്കഥ മാത്രമായിരുന്നു. ആ കഥ എന്ന് പറയുന്നത് ഈ പിന്നെ ഒറിജിനൽ ഫയർ ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഒരു ഗുണ്ട ഒരു തോക്കെടുത്ത് വെച്ച് ഫയർ ചെയ്യുന്നു. ആ കേസ് അവിടെ ഒരു ജിം നടത്തുന്ന ഒരു എനിക്ക് തോന്നുന്ന പയ്യന്റെ പേര് ഷെറിൻ എന്നാണ്. ആ ഷെറിന് ഈ വീഡിയോ ദൃശ്യം കൈ കിട്ടുന്നു. ഷെറിൻ എന്ത് ചെയ്തു? ഈ വീഡിയോ ദൃശ്യം ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ തോമസ് എന്ന് പറയുന്ന പുള്ളിക്കാരന് കൊടുക്കുന്നു. തോമസ് ഇതെന്തോ ചെയ്തു? നേരിട്ട് ഈ ഗുണ്ടയിൽ എത്തിച്ചു കൊടുക്കുന്നു. ഈ ഫയർ ചെയ്ത ഗുണ്ടയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ആ വിഷയം സത്യസന്ധമായി അന്വേഷിച്ച ഡാർവിൻ എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഇദ്ദേഹം ഡാർവിൻ എന്ത് ചെയ്തു? അത് ഈ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ DYSP ആയിട്ടുള്ള അന്നത്തെ പ്രദീപാണെന്ന് തോന്നുന്നു, പ്രദീപിനെ ഇത് കാണിക്കുന്നു. അപ്പോൾ പറഞ്ഞു, നിനക്കിത് ഒറിജിനൽ നോക്കാന്നുള്ള ധാരണ നിനക്കില്ലല്ലോ, ഈ അന്വേഷണം നിർത്തിയിട്ട് പൊക്കോളാൻ പറഞ്ഞു. ആ ഡാർവിനെ 4-5 തവണ പോലീസ് ഡിപ്പാർട്ട്മെന്റ് സ്ഥലം മാറ്റി കളിച്ചു. അതിനുശേഷം ആ സംഭവം, ഈ തോക്ക് ഫയർ ചെയ്ത സംഭവം ഡാർവിൻ വീണ്ടും അവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ഷെരീഫിനെ കാണിക്കുന്നു. ഷെരീഫ് ഇപ്പോൾ കൊട്ടാരക്കര DYSP ആണ്. ഷെരീഫ് എന്ത് ചെയ്തു? ഇതിനകത്ത് കാര്യം കണ്ടെന്ന് അന്വേഷിക്കാനില്ല, നീ നിന്റെ പണി നോക്കാൻ പറഞ്ഞു. അതിനുശേഷം ഈ സംഭവങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ വീഡിയോ കണ്ട, അല്ലെങ്കിൽ ഇത് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന് കാണിച്ചു കൊടുത്ത ഷെറിനെ എന്ത് ചെയ്തവര് ഈ രാജരാജേശ്വരി ഗുണ്ടാ സംഘം എന്ന് പറഞ്ഞൊരു കേസിനകത്ത് അങ്ങ് പെടുത്തുവാണ്. ഒറ്റ രാത്രി കൊണ്ട് FIR തയ്യാറാക്കിയിട്ട് ഈ 6 പേരെയും പിടിച്ച് പോലീസ് സ്റ്റേഷൻ നിർത്തി. അവരുടെ കൈവശം വരുന്ന വെറും 120 രൂപയുടെ കളിത്തോക്ക. 120 രൂപയുടെ കളിത്തോക്കിനെ ഇവരെന്ത് ചെയ്തു? വലിയ വെപ്പണാക്കി മാറ്റി കേരള പോലീസ്.
ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ DGPക്ക് പരാതി കൊടുത്തു. DGPക്ക് പരാതി കൊടുത്തപ്പോൾ അത് അന്വേഷിക്കാൻ ഏൽപ്പിച്ചതാരാ? നിലവിലുള്ള കമ്മീഷണർ തന്നെയാണ്. ഇവരോട് ഇരിക്കുമ്പോഴാണ് ഈ കേസ് ഉണ്ടാക്കി വെച്ചത്. ആ കേസിനകത്ത് അവർ കൊടുത്ത അവസാനം സത്യസന്ധമായത് അന്വേഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഈ സിറ്റി പോലീസ് കമ്മീഷണർ എനിക്ക് വിശ്വാസമില്ല, നിങ്ങളിത് നല്ല ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ DCRBയിലേക്ക് വിടാമെന്ന് പറയുന്ന കേസ്. അങ്ങനെ DCRB തന്നെ വിളിക്കുന്നു, ഞാൻ അവിടെ ചെന്ന് മൊഴി കൊടുക്കുന്നു. അവിടെ 2 സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥർ. കേസുമായിട്ട് ഉൾപ്പെട്ടത് എങ്ങനെയാ? ഈ രാജരാജേശ്വരി ഗുണ്ടാ സംഘത്തിനകത്ത് ബന്ധപ്പെടുന്ന മണികണ്ഠൻ എന്ന് പറയുന്നത് എനിക്ക് വേണ്ടപ്പെട്ട ഒരു സുഹൃത്താണ്. ഞാൻ മണികണ്ഠനെ വിളിച്ചു ചോദിച്ചു, എന്താ മണികണ്ഠായ പ്രശ്നം? 6 ദിവസമായിട്ട് പോലീസ് സ്റ്റേഷൻ ഇറക്കമില്ല രമേശ്, ഒരു കാര്യമില്ല, ഞങ്ങളെ പിടിച്ച് നിർത്തിയേക്കുക. ഇതിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ രാവിലെ പിടിച്ചുകൊണ്ടും വൈകിട്ട് കൊണ്ടുവിടും. ഞാനപ്പോൾ അതിന്റെ കാര്യം അന്വേഷിക്കാൻ പോയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒറിജിനൽ ഫയർ ചെയ്ത ഗണ്ണിനെ കുറിച്ച് ഞാൻ അറിയുന്നത്. ഇവരുടെ കയ്യിലിരിക്കുന്ന 120 തോക്ക്, 120 രൂപയുടെ തോക്ക് അവിടെ നിൽക്കട്ടെ, അതിനെ വെച്ച് FIR ഇടുക. ഒറിജിനൽ ആം, അതിനെക്കുറിച്ച് യാതൊരു ചോദ്യമില്ല. അവിടെ ആർമർ എക്സ്പേർട്സിനെ മണികണ്ഠനെ ഒന്ന് കൊല്ലത്ത് വിളിച്ചാലോ? വിളിക്കാമല്ലോ. ആ മണികണ്ഠൻ, നമുക്ക് ലൈവിൽ മണികണ്ഠനെ ഒന്ന് വിളിക്കാം. ഇതിൽ ആരാ മണികണ്ഠൻ? നടുക്കിരിക്കുന്നത്. ഓക്കെ. നമ്മുടെ കൊല്ലം ബ്യൂറോയിലാണ് ഇപ്പൊ ഇവരിയ്ക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവരുടെ ബാക്കിൽ 24 വന്നതെന്നുള്ളൊരു പ്രശ്നം സംശയം വരാതിരിക്കാൻ വേണ്ടിയാ. പറയ മണികണ്ഠ, എന്താ സംഭവിച്ചത് പെട്ടെന്ന് പറഞ്ഞാൽ? എളുപ്പം നമുക്കൊന്നും അറിയാൻ പറ്റില്ല. ഒരു 8 മാസം 9 മാസം മുന്നേ തൊട്ടേ ഇങ്ങോട്ടുള്ള നമ്മളുടെ പല സ്ഥലത്തും വെച്ചിട്ടുള്ള ഫോട്ടോസുകൾ എടുത്തിട്ടാണ് ഒരു സംഭവം നമ്മളെ പോലീസ് കാണിക്കുന്നത്. ഒരു ദിവസം വിളിച്ചു വരുത്തും, ഒരു തോക്കിന്റെ കേസ് ഉണ്ടെന്നും പറഞ്ഞ് രാവിലെ വരണമെന്ന് പറഞ്ഞ് നമ്മൾ ചെന്ന് സ്റ്റേഷനിൽ. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവര് നമ്മളെ കുറച്ച് വീഡിയോ കാണിക്കുക. നമ്മൾ പല പരിപാടിയിൽ, അതായത് ഞങ്ങൾ യാത്ര പോയപ്പോൾ എടുത്ത ഡാൻസ് കളിച്ച് നമ്മുടെ കൂടുതലുള്ള സുഹൃത്തുക്കൾ കളിച്ചതും അല്ല, നമ്മളെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഇരുന്നപ്പോൾ അവൻ്റെ മോൻ്റെ തോക്കെടുത്ത് കൂടെ എന്ന പയ്യൻ ഷൂട്ട് ചെയ്യുന്നതൊക്കെ കാണിച്ച് വീഡിയോ എടുത്ത സംഭവമൊക്കെ കളിത്തോക്ക് വെച്ച്. പക്ഷേ ഇതെല്ലാം കാണിച്ചിട്ട് പറയുന്നത്, നിങ്ങളൊരു അധോലോകം ഉണ്ടാക്കാൻ ശ്രമിച്ചു, ഇവിടെ ഒരു ഓഫീസ് ഇട്ടു, അതുകൊണ്ട് നിങ്ങൾക്കെതിരെ എടുത്ത കേസാണെന്നൊക്കെ ആദ്യം പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ഈ തോക്ക് ആ കുഞ്ഞിൻ്റെ നിന്ന് തിരിച്ചു വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് എല്ലാം ബോധ്യപ്പെട്ടു, ഇത് കളിത്തോക്കാണ്, ഇതെല്ലാം തമാശ, നിങ്ങളെ ആരോ കുരുക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അന്നിരുന്ന SI അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ പിന്നിൽ ഏതോ വലിയ ആൾക്കാർ നിങ്ങൾ ഉപദ്രവിക്കാൻ നടക്കുന്നുണ്ട്, സൂക്ഷിക്കും. പിന്നെ ആരാണ് ഈ ഷെറിൻ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ സുഹൃത്താണ്. ഇതെല്ലാം ഷെറിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഷെറിന് എയിം ചെയ്തിട്ടുള്ള പരിപാടിയാണ്, നിങ്ങൾ അതിൽ പെട്ടയാന്ന് പറഞ്ഞു. അന്ന് അത് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു 1000 രൂപയുടെ ഫൈൻ അടിച്ച് ഞങ്ങൾക്ക് ഇത്രയും പേർ കൂടെ 1000 രൂപയുടെ ഒരു പെറ്റിയും തന്നു പറഞ്ഞു വിട്ടതിന് ശേഷം അന്ന് വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ഈ ന്യൂസ് മറ്റേ തോക്കുമായിട്ട് അധോലോകം ടീം വന്നു, ദാ കണ്ടോ ഭയങ്കര പ്രശ്നം, കൊല്ലത്ത് അധോലോകം ഭയങ്കര കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ പറയുക നമ്മുടെ വീഡിയോ. അന്ന് ഞങ്ങൾ സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്ക് ഈ തോമസ് എടുത്ത ഫോട്ടോ, തോമസ് വന്ന് ഞങ്ങളെ നിരത്തി നിർത്തി ഒരു ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ സഹിതം കാണിച്ചുകൊണ്ടായിരുന്നു. അവർ അറസ്റ്റ് ചെയ്തു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ന്യൂസായിട്ട് കാണിച്ചു. ആ ന്യൂസിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ സ്ഥിരമായിട്ട് 4-5 ദിവസം ഞങ്ങളവിടെ വിളിച്ചു വരുത്തി. ഞങ്ങൾ ചോദിക്കുന്നത്, എന്താ കേസൊന്നുമില്ല, ഭയങ്കര പ്രഷറുണ്ട്, നിങ്ങളിവിടെ നിന്നിട്ട് പോകാൻ പറയുക. അങ്ങനെ 5 ദിവസം കഴിഞ്ഞപ്പോഴാണ് രമേശ് വിളിക്കുന്നത്. രമേശ് ഇത് അറിഞ്ഞിട്ട് എന്നെ വിളിച്ച് ഞാൻ രമേശിനോട് ഈ കാര്യങ്ങൾ പറയുന്നതും രമേശ് ഇതിൽ ബന്ധപ്പെട്ടിട്ട് അതിന് വേണ്ട നമുക്ക് പരാതി കൊടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഹൈക്കോടതിയിൽ ഒരു പരാതി കൊടുക്കുകയും ഒക്കെ ഉണ്ടായതിനു ശേഷമാണ് നമ്മൾ ഈ പോലീസിന്റെ ശല്യം കുറച്ച് ഒഴിവായത്. അപ്പൊ ഇതിന്റെ മെയിൻ കാരണം ഷെറിൻ കാണിച്ച, പിന്നീടാണ് അറിയുന്നത് ഷെറിൻ ഈ കാണിച്ച ഒറിജിനൽ തോക്ക് കാണിച്ച പ്രശ്നമാണ് നമ്മളെ ഇതിനകത്ത് കൊണ്ടെത്തിച്ചെന്നുള്ള. ഓക്കെ, ഇത് ഞാൻ രമേശോട് ചോദിച്ചോളാം. രമേശ്, ഇത് ശരിക്കും ഇവരോട് ഇപ്പൊ എന്തിനാ ഒരു കലിപ്പ് പോകേണ്ട കാര്യം? നമ്മുടെ പോലീസ് നമ്മൾ ആക്ഷേപിക്കാൻ പാടുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ, അതായത് പോലീസിനകത്ത് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടല്ലോ, ഇവര് പോയി ഓരോ റിപ്പോർട്ട് കൊടുക്കും. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു കൊലപാതകം നടക്കുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഗുണ്ടകളെ കുറിച്ചൊക്കെയുള്ള റിപ്പോർട്ട് കൊടുക്കേണ്ട ജോലി ഈ സ്പെഷ്യൽ ബ്രാഞ്ച് തരാം. ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാരെന്ത് ചെയ്യും? ഗുണ്ടകളോട്ടം കൈ കൊടുത്തിട്ട് പിന്നെ അവർക്ക് താല്പര്യം അനുസരിച്ചുള്ള, അപ്പോൾ അവർക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടെങ്കിൽ അവരെ അങ്ങ് ഗുണ്ടകളാക്കി ഇവരങ്ങ് ചിത്രീകരിക്കും. അപ്പോൾ പോലീസിനോട് പറഞ്ഞു കൊടുക്കും, താണ്ട് ഇവർ ഗുണ്ടാ ശ്രേണിയിലുള്ളവരാണെന്ന്. എന്നിട്ട് ഞങ്ങളങ്ങ് മിടുക്കന്മാരാകുക. ആ രീതിയിലാണ് ഇവരുടെ പെരുമാറ്റം. ഇത് മണികണ്ഠൻ ഇടത്തും വലത്തും ഇരിക്കുന്നവരെ ഒന്നും പരിചയപ്പെടുത്തിയില്ലല്ലോ. റൈറ്റ് ഇരിക്കുന്നത് ഷെറിൻ. ആ ഷെറിൻ എന്താ സംഭവിച്ചത്? ആ തോക്ക് എടുത്ത് ഒറിജിനൽ തോക്ക് വെച്ച് വെടിവെച്ചതാണല്ലോ ഇതിനകത്തെ കാരണമായി പറയുന്നത്. അതെ. എൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ കിട്ടിയായിരുന്നു, ഈ കരിക്കോടുള്ള ഒരു വിനേഷിന്റെ ഒറിജിനൽ തോക്ക് വെച്ച് വെടിവെക്കുന്ന വീഡിയോ ആട്ടെ. അപ്പൊ ഞാൻ ആ വീഡിയോ സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു പോലീസുകാരനായ തോമസ് എന്ന് പറഞ്ഞൊരു പോലീസുകാരനെ കാണിച്ചായിരുന്നു. അയാളത് ആ വീഡിയോ എൻ്റെ എടുത്തോണ്ട് പോയിട്ട് ACP-നെയൊക്കെ കാണിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഈ തോക്ക് എവിടെ നിന്ന് കിട്ടി? തോക്കല്ല, തോക്കിന്റെ വീഡിയോ ആണ് കിട്ടിയത്. വെടിവെക്കുന്ന ഒരു വീഡിയോ ആണ് കിട്ടിയത്. ഷെറിൻ എന്തെങ്കിലും ഗൂണ്ടാ പ്രവർത്തനങ്ങൾ എപ്പോഴെങ്കിലും ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആളാണോ? അല്ല, ഇല്ല, ഒരു ഗുണ്ടാ പ്രവർത്തനം ഏർപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ പേരെന്താ? സക്കറിയ. സക്കറിയ എന്താ ചെയ്യുന്നത്? താങ്കൾ പറഞ്ഞാൽ മതി. സക്കറിയ എന്താ ചെയ്യുന്നത്? സക്കറിയ ബിസിനസ് ആണ്. ഓക്കെ, സക്കറിയ എക്സ്പോർട്ടിംഗ് ആണ്. ഞാൻ ബാക്കി രമേശോട് ചോദിക്കാം. ഓക്കെ, താങ്ക് യു. നിങ്ങൾ അവിടെ തന്നെ നിന്ന് ഇത് അല്പനേരം കേട്ടോളൂ. ഓക്കെ, ഞാൻ ആന്റണി സാറിനോട് പറയാം. കാര്യം നമ്മുടെ പോലീസ് സേന ഇന്ത്യയിൽ ഏറ്റവും ഖ്യാതിയുള്ള പോലീസ് സേനയാണ് കേരളത്തിന്റെ. എന്നാൽ ഇങ്ങനെയൊക്കെയുള്ള ചില നിലപാടുകളും ചില പ്രവർത്തനങ്ങളും പോലീസ് സേനയ്ക്ക് കളങ്കമാകുന്നു. അല്ല, ഇതിപ്പം ഇതിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ
ഈ വെടിവെച്ച തോക്ക് ഒറിജിനൽ ആണോ അതോ ഈ 120 രൂപയുടെ തോക്കാണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം തിട്ടപ്പെടുത്തേണ്ടത്. ഇതിൽ ഈ സ്പെഷ്യൽ ബ്രാഞ്ചുകാര് കൊടുത്ത റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാല് അത് ശരിയല്ല എന്ന് ലോക്കൽ പോലീസിന് എഴുതി കൊടുക്കാനായിട്ട് വൈമുഖ്യമുണ്ട്. അത് ആ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇത് തോക്കല്ല അല്ലെങ്കിൽ കളിത്തോക്കാണ് എന്ന് ധൈര്യപൂർവ്വം എഴുതാനുള്ള ആ ഒരു ധൈര്യം ഈ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ മാത്രമേ ഇത് മാറ്റാൻ പറ്റൂ. കാരണം അത് അല്ലെങ്കിൽ ഒരു ഉയർന്ന അന്വേഷണത്തിൽ അത് എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കാൻ പറ്റും. സ്പെഷ്യൽ ബ്രാഞ്ചില് നിയോഗിക്കപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത് മിക്കവാറും അവർക്ക് ലോക്കലിൽ പണിയെടുക്കാനുള്ള മടി കൊണ്ട്, അല്ലെങ്കിൽ യൂണിഫോം ഇടാനുള്ള മടി, പരേഡ് അറ്റൻഡ് ചെയ്യാനുള്ള മടി, ഇങ്ങനെയുള്ള പല കാരണങ്ങളാൽ അവർ മേലുദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ രാഷ്ട്രീയമായുള്ള നേതൃത്വവുമായിട്ടുള്ള അടുപ്പത്തിന്റെ പേരിലാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ജോലി തേടിയെത്തുന്നത്. മിക്കവരും, എല്ലാവരെയും അല്ല ഞാൻ ഉദ്ദേശിച്ചത്, നല്ലൊരു ശതമാനം അങ്ങനെയാണ്. ഒരു ചെറിയ വിഭാഗം, അങ്ങനെ ഒരു വിഭാഗമുണ്ട്. ആ ഒരു ചെറിയ വിഭാഗം അങ്ങനെയുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ലോക്കൽ പോലീസുമായിട്ട് എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു ഡിസ്ട്രിക്ട് സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു ഉദ്യോഗസ്ഥനും, അത് SI റാങ്കിലോ ഹെഡ് കോൺസ്റ്റബിൾ റാങ്കിലോ അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥനും, അതുപോലെ തന്നെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെതും ഒരാൾ വീതം കാണും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റേഷൻ അതിർത്തിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ലോക്കൽ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടാത്തതോ ശ്രദ്ധയിൽപ്പെട്ടിട്ടും ഏതെങ്കിലും രീതിയിൽ മുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ രഹസ്യ പോലീസായിട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ സംഭവത്തിൽ അവര് ഏത് രീതിയിലുള്ള റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. അവർ കൊടുക്കുന്ന റിപ്പോർട്ട് അതൊരു സീക്രട്ട് ഡോക്യുമെന്റ് ആണ്. മാത്രമല്ല ഇതിൽ പരാമർശിക്കുന്ന പോലീസ് ഓഫീസർമാരെ ഒന്നും ഇവിടെ ഇല്ലതാനും. രമേശ് പറയുന്നത് മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. പുതിയ ഡിവൈഎസ്പി, പിന്നെ അതായത് നമ്മുടെ DCRBയുടെ പുതിയ ACP വന്ന് റിപ്പോർട്ട് തയ്യാറാക്കി 30-ാം തീയതി കമ്മീഷണർ കൊടുത്തു. മാത്രമല്ല ഈ പ്രതികൾക്കെതിരെ FIR ഇട്ടതിന് ശേഷവും ആ പ്രതികളെ ആരെ അറസ്റ്റ് ചെയ്യണമെന്ന് കമ്മീഷണർ ഓർഡറാണ്. അല്ല, അത് അന്വേഷണത്തില് കണ്ടെത്തിയുണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് ഫേക്ക് ആയിട്ടുള്ള കേസാണ്, അല്ലെങ്കിൽ എക്സ്പേർട്സ് വന്ന് അത് ഫയർ ചെയ്യുന്നത് അത് പിന്നെ ജീവഹാനി സംഭവിക്കുന്ന തോക്കാണെന്ന് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും നടപടി എടുക്കാത്തതുകൊണ്ടാ. അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയല്ലേ ഈ പണി ഉണ്ടാക്കി വെക്കുന്നത്. രാഷ്ട്രീയക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പോലീസുകാർ കൂട്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഗുണ്ടകളുടെ വളർച്ച. അല്ല, അത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഗുണ്ടകളെ വളർത്തുന്ന പണി പോലീസിനൊന്നും അല്ല. ഇവിടുത്തെ രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘർഷങ്ങളിലൂടെയാണ് ഈ ഗുണ്ടകൾ ഉണ്ടായി വരുന്നത്. മനസ്സിലാക്കണം. ഇല്ല, ഞാൻ പോലീസിൽ ഉണ്ടാവും. പോലീസിലെ ഗുണ്ടകളെ സപ്പോർട്ട് ആളുകൾ കാണും. പക്ഷെ അത് മൊത്തം പോലീസ് അങ്ങനെയാണെന്ന് പറയുന്നതിൽ അർത്ഥമൊന്നും. 25% പോലീസ് ദാണ്ടിരിക്കുന്ന ഇരയാണായിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇരയാക്കിയ റഷീദിന് IPS പട്ടം കൊടുത്തിട്ട് നിങ്ങൾ വിട്ടത് 25% ഒന്നും ഇല്ല. അതൊന്നും ഞാൻ അതൊന്നും അംഗീകരിക്കാനൊന്നും തയ്യാറല്ല. ഒരു കൊട്ടേഷൻ കൊടുത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥന് IPS റാങ്ക് കൊടുത്തതാണ്. അതിലേക്ക് കിടക്കുന്നില്ല. 1% വിഷയം. നേരായി ജോലി ചെയ്യാൻ കഴിയണം. അതിനകത്ത് ശതമാനമല്ല വിഷയം. വന്നിരുന്ന് ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത കാണിക്കണം. അല്ലാതെ ഏതെങ്കിലും ഗുണ്ടകളുടെ പറയോ അല്ലെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരൻ പറയുന്നത് കേൾക്കുന്ന പണി ചെയ്യാൻ നിൽക്കരുത്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പറയുന്നതിന് മറുപടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തോക്ക്, ഒറിജിനൽ തോക്ക്, വെടിവെക്കാൻ പറ്റുന്ന തോക്ക് കണ്ടെടുത്തിട്ടുണ്ടോ? അത് ആരാ കണ്ടെടുക്കേണ്ടത്? അത് പോലീസ് കണ്ടെടുത്തിട്ടുണ്ടോ? പോലീസ് കണ്ടെടുത്തിട്ടില്ല. അത് ഫയർ ചെയ്യുന്ന കണ്ടെടുക്കാൻ വേണ്ടി സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു ഉദ്യോഗസ്ഥൻ, സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ കൊടുത്തല്ലോ റിപ്പോർട്ട്. അതെന്തുകൊണ്ട് നിങ്ങൾ പൂഴ്ത്തി വെച്ചു? അതിന് മറ്റു രീതിയിൽ തെളിയിക്കാൻ പറ്റും. അതായത് ഒറിജിനൽ തോക്ക് വെച്ച് വെടിവെച്ചതിന് ശേഷം ഒരു ഫേക്ക് തോക്ക്, അതായത് ചെറിയൊരു കളിത്തോക്ക് കൊണ്ട് കൊടുത്ത് അത് ബാലിസ്റ്റിക് എക്സ്പെർട്ട് പരിശോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തോക്ക്, വീഡിയോയിൽ കാണുന്ന തോക്ക്, അതായത് യഥാർത്ഥ തോക്കാണോ അതോ കളിത്തോക്കാണോ എന്ന് കൃത്യമായ വിവരം അങ്ങനെ റിപ്പോർട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ റിപ്പോർട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എഴുതി കൊടുത്തു. ഈ 30-ാം തീയതി എഴുതി കൊടുത്തു. എന്നിട്ട് തയ്യാറല്ല. അല്ല, അതിന്റെ നടപടി നമ്മൾ വെയിറ്റ് ചെയ്ത് തീരുമാനമായിട്ടില്ല. രമേശ് സമാധാനപ്പെടുക. പൊളിറ്റീഷ്യനോട് ചേർന്നാണ് അതാണ് മനസ്സിലാക്കേണ്ടത്. താങ്കൾക്ക് ഈ കേസ് അറിയാം? ഈ കേസ് കേട്ടു അല്ലേ? അറിയത്തില്ല, കേട്ടു. ഓക്കെ. അങ്ങയുടെ മകന് ആക്രമണം ഏറ്റു, കാക്കനയുടെ ഗുണ്ടാക്രമണത്തിൽ അല്ലേ? എന്തായിരുന്നു ആ സംഭവം? ഇവര് കല്യാണത്തിന് പോയതാണ്. അല്ലെ, ഈ ഗുണ്ടകളും അങ്ങേരുമായിട്ട് മകനുമായിട്ട് ബന്ധപ്പെടാൻ കാര്യം എന്താ? അതാണ്, കല്യാണത്തിന് പോയി മണവാളിനെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. എൻജോ കൂടസിൽ ഇവര് സുഹൃത്തുക്കളായിട്ട് 5 പേരാണ് പോയത്. അതിൽ 2 പേര് പോയി, ബാക്കി ഇവര് 3 പേരാണ്. ആ സമയത്താണ് ഈ ഗുണ്ടകളും വേറെ 2 പേരും വാക്കേറ്റം നടക്കണത്. ഈ വാക്കേറ്റം നടക്കുന്ന സമയത്ത് ഇവര് പോയി ചോദിച്ചു, എന്താണ് ചേട്ടാന്ന് ചോദിച്ചു. ചോദിച്ചു. കേറി. അത് കേറിയത് മാത്രമേ പിന്നെ ഇവർക്ക് ഓർമ്മ ഉള്ളൂ. ഇവരൊക്കെ ബോക്സർമാരായിരുന്നു.
ഗുസ്തി താരങ്ങളായിരുന്നു. ഓരോ ഇടിക്ക് താഴെ വീഴാണ്. സാറും കണ്ടിട്ടുണ്ടാവില്ല ആ വീഡിയോസ് ഒക്കെ കണ്ടല്ലേ? കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയണത് ഒരു പിതാവിൻ്റെ വേദനയാണ്. ഇതെല്ലാം നിങ്ങളുടെ ഭാഗത്തും കൂടി വേണം. ഇതിനു വേണ്ടി പ്രതികരിക്കണം. ഇപ്പൊ ഇവിടെ ഗുണ്ടകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? ഇന്ന് ആ 3 കുട്ടികൾ കോമയാണ്, 24 വയസ്സൊക്കെ ഉള്ളൂ. അവരെങ്ങനെ ജീവിക്കും? ഇനി സർക്കാരായിക്കോട്ടെ, പോലീസുകാരായിക്കോട്ടെ, ആരായിക്കോട്ടെ, ഇവരെ തീറ്റിപ്പോറ്റാൻ ആരാ? ഇവിടെ ഒരുപാട് പേര് സംസാരിക്കാനുണ്ടായിരുന്നു കൊട്ടേഷൻ ടീമിനെ കുറിച്ചും. ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർ മഴയ്ക്ക് വരുന്ന അടിമകളാണ്. ഇത് സെയിൽ ചെയ്യുന്നുണ്ട്. അവിടെ കാക്കനാട് സൺറൈസ് ഹോസ്പിറ്റലിൻ്റെ തൊട്ട് ബാക്കിൽ ഇവർക്ക് അവിടെ ഒരു ജിമ്മുണ്ട്. അതിൽ സെയിലാണ് ഇവർ. ഇത് പോലീസുകാർ കാണണല്ലേ? ഇതിനൊക്കെ ഒരു നടപടി വേണ്ടേ? ആ കുട്ടികളുടെ ഭാവി എന്താ കഴിഞ്ഞ്? ഒരുത്തനെ ഉറക്കം പോലും നഷ്ടപ്പെട്ട സുനിൽ കുമാർ എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ നാട്ടുകാർ അറിയണം. ഇത് അറിയിക്കേണ്ട കടമ നിങ്ങൾക്കും കൂടിയുള്ളതാണ്. മറ്റേ കുട്ടിയുടെ അവസ്ഥ എങ്ങനെയാ? ഒരുത്തൻ പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞു. എൻ്റെ മകൻ്റെ ഈ താടിയെല്ലാം ഓപ്പറേഷൻ കഴിഞ്ഞു. 4 പല്ല് ഇപ്പൊ നെല്ലിക്കുയിലാണ് കൊണ്ട് കാണിക്കണം. നമ്മൾ സാമ്പത്തികം ഉണ്ടായിട്ടല്ല. ഇതിനൊക്കെ വേണ്ടി പ്രതികരിക്കണം. നാട്ടുകാരും പ്രതികരിക്കണം. വയ്യ, സംസാരിക്കാൻ പോലും നമുക്ക് പറ്റില്ല. ഗുണ്ടകളെന്നും പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. ആരാണ് ഗുണ്ട? ഇവരെ നിയന്ത്രിക്കേണ്ടത് ആരാണ്? ഇപ്പൊ ഇവിടെയൊക്കെ പറഞ്ഞല്ലോ, ഈ ഗുണ്ടകൾ ഇവരെ പോലീസുകാർ ഉപയോഗിക്കുന്നുണ്ട്, മത ടീമുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാ ഉപയോഗിക്കണം? നമുക്ക് സ്വയം നടന്നു പോകാൻ പറ്റില്ലേ? ഇപ്പം ആ പുള്ളി എന്നെ പറഞ്ഞു, എങ്ങനെ വന്നത്? സാഹചര്യമാണ്, പശ്ചാത്തലവും ഉണ്ട്. നന്നാക്കാൻ നോക്കാത്തത് ആരാ? പോലീസുകാർ തന്നെ. പോലീസിൽ ഇടപെട്ടായിരുന്നു ഈ കേസിൽ? അതായത് ഈ തൃക്കാക്കര സ്റ്റേഷനിൽ നിന്ന് എൻജു കൊടേസ് വരെ പോകാൻ മാക്സിമം പോയാൽ 2 കിലോമീറ്റർ, അത്രേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് കൊണ്ട് എത്താവുന്ന ദൂരം 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പോലീസുകാർ വന്നത്. അത് അവർ നേരത്തെ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇത്രയും ഇത് വരില്ല. ഇത് വേറൊരു വ്യക്തിയാണ് ഇത് വീഡിയോസ് എടുത്തേക്കണത്. അയാൾ എടുത്തില്ലെങ്കിൽ ഈ തെളിവേ ഉണ്ടാവില്ല. പിന്നെ മൊഴി എടുക്കാൻ വേണ്ടി, എൻ്റെ മകൻ്റെ മൊഴി എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായില്ല. അല്ല, ഈ ഇവര് തെളിവെടുപ്പിന് പ്രതികളെ കൊണ്ടുവന്നപ്പോഴേ നാട്ടുകാർ കുറച്ച് പേര് കയ്യേറ്റം ചെയ്യാനും പ്രതികരിക്കാനൊക്കെ ശ്രമിച്ചല്ലോ. അതായത് നാട്ടുകാർക്കെതിരെ കേസ്, അതായത് 38 പേർക്കെതിരെ കേസുണ്ട്. പക്ഷെ അതിൽ നമുക്ക് പോലീസുകാരുടെ ഭാഗത്തു നിന്ന് കുറച്ച് സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. ഒറ്റ കേസാക്കി മാറ്റിയത് 8 പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ റിമാൻഡിൽ പോകും. പക്ഷെ അത് CIയുടെ ഭാഗത്തുനിന്ന് നമുക്ക് അതിൻ്റെ ഒരു സപ്പോർട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. പുള്ളി അത് എല്ലാവരെയും 38 പേരെയും ഒറ്റ കേസാക്കി മാറ്റി തന്നു. നമ്മൾ അഡ്വക്കേറ്റിനെയും വെച്ചിട്ടുണ്ട്. പക്ഷെ ആ കേസിന്റെ അവസ്ഥ എന്തുവാ? ഇപ്പം നിലവിൽ മറ്റവരൊക്കെ റിമാൻഡാണ്. ഈ കഴിഞ്ഞ 4 ദിവസം മുമ്പ് ഇവരുടെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് തെളിവെടുപ്പിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പിള്ളേരെ വിളിച്ചു വെരിഫൈ ചെയ്യണമല്ലോ, അതിനു വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഈ ആന്റിയെ ഗുണ്ടാ സ്ക്വാഡിലേക്ക് ഉണ്ടായിരുന്നയാ. ഇപ്പൊ ഇത് കേരളത്തിൽ ഇപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പം ഈ കൊട്ടേഷൻ സംഘങ്ങളും അധോലോക സംഘങ്ങളും ഒക്കെ വളരുന്നത് വികസനത്തിന്റെ ഒരു മുഖമായിട്ട് നമുക്ക് പറയാമെങ്കിൽ പോലും വലിയ അപകടമാണ്. സാറിന്റെ ചോദ്യത്തിലും അലക്സാണ്ടർ ജേക്കബ് സാറിന്റെ മറുപടിയിലും എല്ലാം കൗതുകമുണ്ട്. ഇപ്പൊ കേൾക്കുമ്പോൾ എല്ലാവരും ചോദിക്കും, സാറ് ഈ ഗുണ്ടാ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ സംസാരിച്ചാണോ എന്നൊരു ചരിത്രപരമായ അല്ല തോന്നുമെങ്കിലും പോലീസിൽ ജോലി ചെയ്ത് 10-32 വർഷത്തെ സർവീസിനിടയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇന്ന് സമസ്ത മേഖലയിലും ഗുണ്ടകളെ ആവശ്യമുണ്ട്. ഗുണ്ടകളെ ആവശ്യമില്ലാത്ത ഒരു സെക്ടറും ഇല്ല. സാറ് പറഞ്ഞതുപോലെ ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു സമുദായം, ആ സമുദായം ഏറ്റവും ബഹുമാനിക്കുന്ന, ആ സമുദായത്തിൻ്റെ അത്യുജ്വലനായ ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന ഒരു പണ്ഡിതൻ പോലും സഞ്ചരിക്കുമ്പോൾ സഹായത്തിന് ബോഡി ഗാർഡായിട്ട് ഗുണ്ടകൾ ഉപയോഗിക്കുന്നുണ്ട്. സമുദായ സംഘടനകളുടെ തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഞാൻ പിടിച്ച കേസുകളിൽ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവസാനം സ്ക്രീനിന് പുറത്തിരിക്കുന്നത് ഒരു സിംബോളിക് കഥാപാത്രം ഉണ്ടാകുമല്ലോ, ആ കഥാപാത്രങ്ങളെ ഒരിക്കൽ പോലും നിയമത്തിന്റെ മുമ്പിലേക്ക് വരുന്നില്ല. ചെയ്യുന്ന തൊഴിലാളികളും ചെയ്യിപ്പിക്കുന്ന മുതലാളിയും. ഈ ഗുണ്ടാ സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഞാനൊക്കെ സർവീസിൽ കയറിയ 90 കാലഘട്ടത്തിലൊക്കെയാണ് ഒരു നാട്ടിലെ ഒരു പോലീസ് സ്റ്റേഷനിലെ റൗഡി, അതല്ലെങ്കിൽ ലോക്കൽ കേസുകളുണ്ടായിരുന്നു. അല്ല, അവരെ ഒരു പൊതു പരിപാടിയിൽ അവർ വരുത്തില്ല,
അവര് പൊതുരംഗത്ത് കാണത്തില്ല, ഒന്നും കാണത്തില്ല. പക്ഷെ ഇന്ന് ഈ കൊട്ടേഷൻ കേരളത്തിൽ തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോ. കുറെ കാലമായി. അതായത് ഏകദേശം ഒരു 2000-ന് മുമ്പുള്ള കൊട്ടേഷൻ വർക്കല്ല 2000-ന് ശേഷം. ആ 2000-ന് ശേഷം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ വർത്തമാന കാലഘട്ടത്തിലെ ഗുണ്ടയെന്ന് പറഞ്ഞാൽ ആരും നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഇദ്ദേഹം പറഞ്ഞതുപോലെ ആരും ഗുണ്ടയാണ്. ഇപ്പൊ എല്ലാം ഗുണ്ടകളാ. ഒരു വാഹനം പോകുന്ന കൂട്ടത്തില് ആ സൈഡ് കൊടുക്കുന്നതിൽ നമ്മൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വന്നാൽ ഒരു ഗുണ്ട വളരുന്നു എന്നുള്ള റിപ്പോർട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഒരു ഗുണ്ട സമൂഹത്തിൽ വരുന്നു, അതിന്റെ റിപ്പോർട്ട് ആദ്യം കൊടുക്കുന്ന സ്പെഷ്യൽ ബ്രാഞ്ചുകാരായിരിക്കും പോലീസിന്. ഞാൻ പറഞ്ഞോട്ടെ സാർ, പറഞ്ഞു വന്ന മനസ്സിലായി. ഗുണ്ടകളെ മഹത്വവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ ഒരു കേസിൽ മാത്രം സാറിന് മുന്നിരിക്കുന്നവരെയാണ് ഉണ്ണിത്താൻ എന്ന് പറയുന്ന കഥാപാത്രം ആ ഉദയം ചെയ്യുന്നതിന് മുമ്പേ 28 കേസിൽ പ്രതിയായി. ഒരു കേസിൽ എൻ്റെ ഭാര്യയുടെ പ്രസവത്തിന് ലേബർ റൂമിൽ കയറ്റി പ്രസവത്തിന് ബ്ലഡ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ 300ഓളം പോലീസുകാർ വളഞ്ഞ് ആശുപത്രിയുടെ മുഴുവൻ ലൈറ്റുകൾ ഓഫ് ചെയ്ത് പൈശാചികമായി പിടിച്ചുകൊണ്ടുപോയി ജയിലിൽ അടക്കപ്പെട്ടവനാണ് ഞാൻ. പോലീസിൽ DGPയുടെ സ്ക്വാഡിൽ മാറി മാറി വന്ന DGPമാരുടെയും SP-മാരുടെയും ക്രൈം സ്ക്വാഡുകൾ വർക്ക് ചെയ്യുമ്പോൾ അന്നത്തെ ക്യാബിനറ്റിലെ മന്ത്രി, വിശദമാക്കാൻ പറ്റുന്നില്ല, അതൊക്കെ പറയട്ടെ, മന്ത്രിയുടെ പേരിലുള്ള കാറ്, ആ കാറിൽ വന്ന ഉന്നതരായ 4 രാഷ്ട്രീയ നേതാക്കന്മാരാണ്. ആ സ്പിരിറ്റ് വാഹനം പിടിച്ചപ്പോൾ അത് വിടാൻ പറഞ്ഞിട്ട് വിടില്ല എന്ന് പറഞ്ഞത് വിടില്ല എന്ന് ഞാൻ പുസ്തകം എഴുതിയിട്ടുണ്ട്. ഒരു പോലീസ് ഉണ്ട്, ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നൊമ്പരങ്ങൾ എന്നും പറഞ്ഞ് ഞാൻ പ്രസിദ്ധീകരിക്കും. ഞാൻ ഒന്നും പറയാം. ഞാൻ 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുസ്തകം എഴുതി. ആലപ്പുഴ ജില്ലാ കളക്ടറായിരുന്ന അനുപമ മാഡവാണ് പ്രസിദ്ധീകരിച്ചത്. ആ പുസ്തകത്തിൽ ഞാൻ വരാൻ പോകുന്ന 4 വർഷത്തിനുള്ളിൽ കേരളം ഇന്ത്യയിലെ ഏറ്റവും വലിയ ലഹരി ഹബ്ബായി മാറുമെന്നും ഇന്ത്യയുടെ വളർന്നു വരുന്ന ഭൗതിക ശക്തികളെ തകർക്കുന്നതിന് വേണ്ടി വിദേശ രാജ്യങ്ങളുടെ കരങ്ങളുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നെന്നും കര, നാവിക, വ്യോമ മേഖലയിലൂടെ കോടാനക്കോടികളുടെ ലഹരി പദാർത്ഥങ്ങളെ കേരളത്തിലേക്ക് ഒഴുക്കുന്നെന്നും ഇത് കേരളത്തിൻ്റെ സാമൂഹിക, രാഷ്ട്രീയ, ബൗദ്ധിക, കുടുംബപരമായ മേഖലകളെല്ലാം തകർക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് പുസ്തകം എഴുതിയ ആളാ. പക്ഷെ ആ ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്യപ്പെട്ടില്ല, ഒരാളും പറ്റില്ല. 10-15,000 പേര് വായിച്ചു. അടുത്ത പുസ്തകം എന്റെ ഇപ്പോൾ ഉടനെ ഇറങ്ങും. സുഹൃത്തെ, ഞാൻ പറഞ്ഞത് ഗുണ്ടകളെ മഹത്വവൽക്കരിക്കുവല്ല. 6 പോയ കാര്യം പറഞ്ഞില്ല. അതെന്താ പറയുന്നത്? 59 ക്രിമിനൽ കേസിലെ പ്രതി പക്കായി ചിഞ്ചു കരീം എന്ന് പറയുന്ന പക്കായിൽ നിന്ന് ഞാൻ കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാണ് കൊണ്ടുവരുന്നത്. അന്നത്തെ പിന്നിൽ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഉണ്ട്. ഉണ്ടെന്ന് അന്നത്തെ രാത്രി വണ്ടി വിടാൻ പറഞ്ഞ ഞാൻ വിടില്ല എന്ന് പറഞ്ഞല്ലോ, കേസെടുത്തല്ലോ. ആ കേസെടുത്തപ്പോൾ അന്ന് രാത്രി എന്നെ ഞാൻ ജീവൻ രക്ഷപ്പെടുത്തിയത് വലിയ ഗുണം. എന്റെ ആ മകളെ ഇന്നലെ MBBS-ന്റെ പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ട്. ആ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭാര്യയും മോളെയും കിട്ടിയത്, ജീവനോടെ കിട്ടിയത് ഭാഗ്യമായി. പോലീസിൽ സമർത്ഥമായി കുറ്റാന്വേഷണം നടത്താൻ കഴിവിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും നല്ല ഉദ്യോഗസ്ഥന്മാർ ഒരു വിഭാഗമുണ്ട്. സമർത്ഥമായി ശ്രീകണ്ഠൻ നായർ സാറിന് കള്ളക്കേസിൽ കുടുത്തി കള്ള തെളിവുകൾ ഉണ്ടാക്കി സാറിനെ അകത്താക്കി ശിക്ഷിപ്പിക്കാൻ കഴിവുള്ളവരുമുണ്ട്. അതാർക്ക് വേണ്ടി? അതാർക്ക് വേണ്ടിയാ? രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമാണ് നമ്മുടെ വ്യവസ്ഥിതി. രാഷ്ട്രീയക്കാരൻ, സമുദായ നേതാക്കന്മാര്, അതുപോലെ തന്നെ വ്യവസായ പ്രമുഖന്മാര്, ഇവരെയൊക്കെ വേണ്ട ഒരു വിഭാഗം ഭരണകൂടങ്ങളുമുണ്ട്. അവർക്കെതിരായിട്ട് ജനങ്ങൾ കല്ലെറിയാതിരിക്കാനും അവരെ സമൂഹത്തിന്റെ ഇടയിൽ ആക്രമിക്കാതിരിക്കാനും ഗുണ്ടകളുടെ സഹായവും വേണം. ഇപ്പൊ രാഷ്ട്രീയക്കാർ അവിടെ നിൽക്കട്ടെ. ഒരൊറ്റ ചോദ്യം. ഒരു സമൂഹത്തിൽ ഒരു ഗുണ്ട ഉയർന്നു വരുന്നു എന്ന് കണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആ റിപ്പോർട്ട് സ്വീകരിക്കുന്ന അദ്ദേഹത്തിന്റെ SIO അല്ലെങ്കിൽ CIO DYSP ഉണ്ടാവുമല്ലോ? അല്ല ആ സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ 2 വിഭാഗം സ്പെഷ്യൽ ബ്രാഞ്ചാണ് കേരളത്തിലുള്ളത്. ഒന്ന് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച്, SSB എന്ന് പറയും. അത് ഇന്റലിജൻസ് DGPയുടെ കീഴിലായിരിക്കും അത് പ്രവർത്തിക്കുന്നത്. എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധികളിലും ഒരു SSBയുടെ ഉദ്യോഗസ്ഥൻ ഉണ്ടാകും. ഡിസ്ട്രിക്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്. അതാത് ജില്ലയിലെ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ കീഴിൽ അദ്ദേഹത്തിന് വിവരങ്ങൾ കൊടുക്കാനാണ് ഡിസ്ട്രിക്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഉള്ളത്. ഈ 2 പേരും റിപ്പോർട്ട് കൊടുക്കുന്നത് അവരുടെ ഓഫീസിലേക്കാണ്. ഇപ്പൊ ഞാൻ പ്രവർത്തിച്ച ആളാ, 3 വർഷക്കാലം SSB പ്രവർത്തിച്ച ആളാ.
ഒരുപാട് റിപ്പോർട്ടുകൾ കൊടുത്തു. ആ റിപ്പോർട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് സ്ക്രീൻ ചെയ്ത് കൊടുക്കേണ്ടതാണെ കൊടുക്കും, മുക്കേണ്ടതാണ് ചില മാറ്റങ്ങളൊക്കെ വരുത്തും, അതനുസരിച്ച് കൊടുക്കും. അതെന്ന് വെച്ച് പിന്നെ വരുന്നത് നേരെ SSB ഇന്റലിജൻസിൽ പോയിട്ട് അത് കൊടുക്കും. ചിലതൊക്കെ ശ്രദ്ധിക്കും, ചിലതൊന്നും ശ്രദ്ധിക്കത്തില്ല. SP കൊടുക്കുന്നത്, SP കൊടുത്തു കഴിഞ്ഞാൽ SP അദ്ദേഹം ചിലപ്പോൾ DPSPക്ക് അദ്ദേഹത്തിന് കൊടുക്കും, അല്ലെങ്കിൽ CIക്ക് കൊടുക്കും. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഉദ്യോഗസ്ഥനെടുത്ത് അത് എടുക്കാൻ പറയും. ആ അന്വേഷിക്കുമ്പോൾ സാറ് പറഞ്ഞതുപോലെ ഒരു SP നേരിട്ട് കൊടുക്കുന്ന ഒരു സംഭവം അത് വെറുതെയാണ് എന്ന് പെട്ടെന്നൊരാൾ എഴുതത്തില്ല. പക്ഷെ സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ് അത് സമസ്തമായിട്ട് അത് പരിശോധിച്ച് അതിൻ്റെ എല്ലാ വശങ്ങളും കണ്ട് തെറ്റാണെങ്കിൽ തെറ്റെന്നും ശരിയാണെങ്കിൽ ശരിയെന്നും പറഞ്ഞ് മേലുദ്യോഗസ്ഥന് കൊടുക്കും. പക്ഷെ ആ മേലുദ്യോഗസ്ഥന് ഈ കീഴുദ്യോഗസ്ഥനിൽ ഒരു വിശ്വാസം ഉണ്ടാകണം. ഇത് കൊടുക്കാൻ അയാൾ നല്ല ആത്മാർത്ഥമായി ജോലി ചെയ്ത പോലീസുകാരെ കൊണ്ടുകൊടുക്കുന്ന റിപ്പോർട്ട് മേളിയിരിക്കുന്ന എന്ത് തീരുമാനം എടുക്കുക? അതവിടെ ഇരുന്നു. അല്ല അതല്ല, അത് അല്ല, ഏത് മേലുദ്യോഗസ്ഥനും അത് വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്തിട്ട് അന്വേഷണ റിപ്പോർട്ട് വായിക്കും. വായിച്ചിട്ട് എവിടെയെങ്കിലും പഴുതുകൾ ഉണ്ടായിട്ടുണ്ടോ അതിന് പ്രത്യേകം ഇങ്ങുണ്ട്. ഒരു FIR എടുത്താൽ തന്നെ ആ FIR ഇൻവെസ്റ്റിഗേഷൻ രമേശ് പറയുന്ന ഈ പ്രത്യേക ഒരു കേസാ, അറിയത്തൂല്ല. അല്ല, ഞങ്ങളിപ്പോ പോലീസിൽ ജോലി ചെയ്ത എന്റെ മേലുദ്യോഗസ്ഥന്മാരാണ്, ഞാനാണ്. ഇദ്ദേഹം പറയുന്ന ഇദ്ദേഹത്തിന്റെ വേർഷൻ മാത്രം കണ്ടുകൊണ്ട് ഞങ്ങളിപ്പോ കേരള ആ പ്രദേശത്തുള്ള പ്രേക്ഷകരും എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇപ്പൊ ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല. അത് മേലുദ്യോഗസ്ഥൻ അതെനിക്കും പറയാൻ പറ്റത്തില്ല. അപ്പൊ സാറിന് ഇപ്പൊ ജനത്തിന്റെ ഭാഗമായിട്ട് നിന്നൂടെ? അറിയില്ലല്ലോ, ഫയൽ കണ്ടിട്ടില്ലല്ലോ. ഇപ്പോഴും പേടിയാ. അദ്ദേഹത്തിന് അറിയില്ല. ഉണ്ണിത്താൻ അദ്ദേഹത്തിന് ഒരു പ്രാവശ്യമേ കൊല്ലാൻ ശ്രമിച്ചുള്ളൂ. ഞാൻ 6 വധശ്രമത്തിന് രക്ഷപ്പെട്ട സാർ. ഒരു മനുഷ്യ ഈ അടുത്തിടയ്ക്ക് കുട്ടികളുടെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ ഈ അടുത്തിടയ്ക്ക് ഗുണ്ടകളെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗുണ്ടകളുള്ളത് പോലീസുകാരിലാണ് ഉണ്ടാകാം. ഏറ്റവും കൂടുതൽ അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള ഇങ്ങോട്ട്. ഇപ്പൊ എല്ലാരും കൂടെ പറയുമ്പോൾ ഗുണ്ടകൾ പറഞ്ഞ പറയാൻ അല്ല സാറേ, വിവരാവകാശം ഔറംഗസീബ് പറഞ്ഞൊരു കാര്യമുണ്ട്. പഴയ കാലത്ത് എന്റെ ചെറുപ്പത്തിൽ വയലാർ രവി, പിണറായി വിജയൻ, കോലിയക്കോട് കൃഷ്ണൻ നായർ, ഇങ്ങനെയൊക്കെ ഓരോ നാടും ആ നാട്ടിലെ പൊളിറ്റിക്കൽ ഡീലേഴ്സിനെ ബന്ധപ്പെടുത്തിയാണ് ഇപ്പൊ പറയുന്നത്. ഇപ്പൊ ഗുണ്ടുകാട് സാബു, കുട്ടമ്പാലൻ രാജേഷ്, പെരുമ്പാവൂർ അരസി, ഇങ്ങനെ അവരുടെ ഇപ്പോഴത്തെ ആളുകൾ ആ തരത്തിലാണ് അറിയപ്പെടുന്നത്. ഒരു കല്യാണ വീട്ടിൽ ചെന്നാൽ ഇപ്പൊ ഒരു ലീഡറെ കണ്ടാൽ പവ്വതയോടുകൂടി പണ്ട് നമ്മളെ ഹെഡ്മാസ്റ്ററെ കണ്ടാൽ നമ്മളൊന്ന് ബഹുമാനിക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഗുണ്ടാത്തലവന്മാരെ പൊതുസമൂഹം ആദരവോടുകൂടിയാണ് കാണുന്നത്. മാധ്യമ പ്രവർത്തനത്തിൽ ഒരു വിവരാവകാശം കൊടുക്കും. മാത്രമല്ല സൈബറിലും ഇപ്പൊ വലിയ സ്കോപ്പാ. അപ്പം ഇപ്പൊ രാഷ്ട്രീയ പ്രവർത്തകരാണ് ഇപ്പൊ പ്രതികൂട്ടി വന്നിരിക്കുന്നത്. സുമിതിന് എന്താ പറയാനുള്ള കാര്യത്തിൽ? ഇതിനെ സംബന്ധിച്ചേ ഇപ്പോ പൊതുവെ നമ്മളിങ്ങനെ കാടടച്ച് വെടിവെക്കുന്ന ഒരു സംവിധാനത്തിൽ കാര്യമില്ല. എല്ലാ മേഖലയിലും കൃത്യമായി അഴിമതി നടത്തുന്ന ആളുകളുണ്ട്. അത് പോലീസിലുമുണ്ട്, രാഷ്ട്രീയത്തിലുമുണ്ട്, അങ്ങ് പ്രതിനിധാനം ചെയ്യുന്ന മാധ്യമ പ്രവർത്തനത്തിലുണ്ട്. അപ്പൊ അതിൽ പുഴുക്കുത്തുകളെ കൃത്യമായി കണ്ടെത്താനും അവർക്ക് നടപടിയെടുക്കുവാനും ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഭൂരിപക്ഷം എന്ന് പറയുന്ന ഈ വിഭാഗം ഇതിലല്ല എന്ന് പറയുന്നു. ഈ ഭൂരിപക്ഷത്തിന് അതിനുള്ള ത്രാണി ഉണ്ടാകും. അവർക്ക് നടപടിയെടുക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. പോലീസിൽ ഈ പറയുന്ന പോലെ 25%, 10% എത്രയെങ്കിലും ആകട്ടെ, അതിൽ ഗുണ്ടകളുണ്ട്, അല്ലെങ്കിൽ അവർ സംവിധാനം നടത്തുന്നില്ല. എന്തുകൊണ്ട് ഈ ഭൂരിപക്ഷം നമുക്ക് നടപടിയെടുക്കാൻ കഴിയുന്നില്ല? ഇപ്പൊ രാഷ്ട്രീയത്തിലാണെങ്കിൽ കുറെ ആളുകളെ ഒഴിവാക്കി നിർത്താൻ ഭൂരിപക്ഷത്തിന് കഴിയണം. ഞാൻ രാഷ്ട്രീയത്തെ പ്രതിനിധിക്കുന്ന ഒരു സംഘടനത്തിൽ പ്രതികരിച്ച് വന്നതാണ്. ഞാൻ പറയുന്നു ഇതിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഒരു തർക്കവുമില്ല കാര്യത്തിൽ. പക്ഷേ ഞാൻ പറയുന്നത് ഇവിടെ ഇപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകൾ മുറിഞ്ഞു പോകുന്ന ഞാൻ കണ്ടു. ഒരു വേദനിക്കുന്ന ഒരു പിതാവിന്റെ ദുഃഖമാണ്. നമ്മളത് കാണണം. അദ്ദേഹത്തിന് പറയാൻ പോലും കഴിയുന്നില്ല. അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ടവരാണ് നമ്മൾ. അപ്പൊ അങ്ങ് കണ്ണൂർ സെൻട്രൽ ജയിലിലൊക്കെ കുറെ കാലം ഭരണമൊക്കെ നടത്തിയ സൂപ്രണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അങ്ങയുടെ ഒരു അനുഭവത്തിൽ എങ്ങനെയാണ്? കാരണം നമ്മുടെ നാട്ടിൽ ഏത് പട്ടണം വളരുമ്പോഴും സാറ് പറഞ്ഞ പോലെ ചില സംഭവങ്ങൾ ഉണ്ടാകും. പക്ഷെ അത് കേരളത്തിൽ അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ? നിയന്ത്രിക്കാൻ പറ്റാത്തതിനപ്പുറം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സാറ് പറഞ്ഞതിനോട് ഒരു പരിധി വരെ ചോദിക്കുന്നുണ്ട്. ഗുണ്ടകള് ഇപ്പം ഇങ്ങനെ ഉണ്ടായി വരുന്നതല്ലോ. നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഗുണ്ടകൾക്ക് ഓൾറെഡി അവിടെ ഉള്ള സാഹചര്യം. ഈ സോഷ്യൽ മീഡിയയുടെ വന്നപ്പോ അതിന് ശക്തി കൂടിയോ? കാരണം എനിക്കൊന്ന് ഈ ചെറുപ്പക്കാർക്കൊക്കെ ഒരു ഹരമാണ്. അപ്പൊ എനിക്കൊന്ന് ഔറംഗസീബിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് ചിലപ്പോ അവരിങ്ങനെ സംഭവമൊക്കെ കാണിക്കും. സാറ് പറഞ്ഞ പോലെ നമ്മുടെ സോഷ്യൽ മീഡിയ വന്നിട്ടുണ്ട്. ഔറംഗസീബ് വന്നിട്ടുണ്ട്. ഓക്കെ, അവിടെ ഫാൻസ് ഉണ്ടോ? സാറേ നമ്മള് സാറ് പറഞ്ഞ മാതിരിയുള്ള ഗുണ്ടകളൊന്നും അല്ല. ഈ പറഞ്ഞ ഈ പോലീസുകാർ നമ്മളിങ്ങനെ ആക്കിയതാണ്. ഈ അവസാനത്തെ സാറ് ഒന്ന് ഈ പറഞ്ഞ ഒരു കാര്യം സാറ് ഇനി ഒന്ന് വിശദമായിട്ടൊന്ന് ചിന്തിക്കണം. ഈ പരാതി കൊടുത്ത ആൾക്കാർ പ്രതികളായിട്ട് ഇത്രയും വലിയൊരു കേസ് എന്തുകൊണ്ട് പിന്നെ ചാനലിലൊന്നും വരുന്നില്ല? കമ്മീഷണർ വലിയ കാര്യമായിട്ട് നിന്നിട്ട് വലിയ ഇതായിട്ട് പ്രസംഗിക്കണ്ടായിരുന്നു ചാനലിന്റെ മുമ്പിൽ നിന്ന്. ഇവരെ ചോദ്യം പോലും ചെയ്തിട്ടില്ല, കണ്ടിട്ട് പോലുമില്ല.
താഴെ നിന്നുള്ള ഉദ്യോഗസ്ഥർ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ചാണ് ഇവർ പറഞ്ഞത്. ഇപ്പൊ തിരിഞ്ഞു വന്ന ശേഷം അതെ 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 തിരിഞ്ഞു വന്ന സ്റ്റേഷനിൽ പോയി ചെന്നപ്പോ പറഞ്ഞ് അത് കറങ്ങി തിരിഞ്ഞ് ഇനി വർഷങ്ങളായിട്ട് വരുമ്പോൾ കറക്റ്റ് ആയിട്ട് വരും, അപ്പം മീഡിയയിൽ ഒരു ചെറിയ ഭാഗത്ത് വരുള്ളൂ, ഇവരെ വെറുതെ വിട്ടെന്നും പറഞ്ഞിട്ട്. അതുവരെ ഇവർ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ കുറിച്ച് അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ളവര് ഇതിൽ ഓരോരുത്തരും ഓരോന്നിൽ കയറി വരാണ്. ഇപ്പൊ ഞാനിപ്പോ വരുമ്പോ അടുത്തൊരു കേസുണ്ട്, ഇപ്പൊ എന്നെ വിളിച്ചോണ്ടിരിപ്പുണ്ടാവും, നീ അവിടെ ഉണ്ടായിരുന്നല്ലോ ഒന്നും പറഞ്ഞിട്ട്. ഞാൻ പക്ഷെ ഇവിടെ ആയിരിക്കും ഇരിക്കുന്നത്. നമ്മൾ ഈ ഇവിടുത്തെ പൊതു ചർച്ചയിൽ ഗുണ്ടാ പോലീസ് എന്ന് പറയുന്ന രണ്ട് വിഭാഗങ്ങൾ മാത്രമേ അല്ല ഞാൻ പറഞ്ഞത് അതിലെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഞാൻ പറഞ്ഞു വന്നത് നിലനിൽക്കുന്ന നമ്മുടെ സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ഒരു മനുഷ്യൻ സ്വാഭാവികമായിട്ടും ഗുണ്ടയാൻ സാഹചര്യം ഉണ്ടെങ്കിൽ അയാൾ ഗുണ്ടയാൻ മാറുന്നുള്ളതാണ്. അയാളെ പിന്നെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതാണ് ഈ പറയുന്ന എലമെന്റ്സ് എല്ലാം. രാഷ്ട്രീയമായാലും അത് മാധ്യമമായാലും അല്ലെങ്കിൽ മതമായാലും ആരാളും അത് ഉപയോഗിക്കുന്നുള്ളതാണ്. അയാൾക്ക് അങ്ങനെ വളരാൻ പറ്റുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് നമ്മുടെ. അല്ല ഞാൻ അങ്ങ് കണ്ണൂരാണ്ട് പറയാണ്. അപ്പൊ ഈ ചില ആളുകളെ ഇവർ സംരക്ഷിച്ച് കൂടെ നിർത്തി ഇവർ ആവശ്യത്തിനൊക്കെ ഈ കക്ഷി രാഷ്ട്രീയക്കാർ ഉപയോഗിച്ചതിന് ശേഷം ഇവരങ്ങ് ഒരു സമയത്ത് അങ്ങ് വിട്ട് കഴിയുമ്പോൾ ഇവര് വരട്ടും, ഞങ്ങൾ പഴയെല്ലാം വിളിച്ചു പറയും എന്നൊക്കെ പറഞ്ഞ് കണ്ണൂരിലൊക്കെ തന്നെ എല്ലാ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കണ്ണൂരിന്റെ സാറിന് അറിയാലോ പൊതു സ്വഭാവം വേറെയാണ്. അവിടുത്തെ രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മുടെ മറ്റു ബന്ധപ്പെടുത്താം. ജയിലുകളെ സംബന്ധിച്ചിടത്തോളം ജയിലുകളിൽ ഇപ്പം 4 ജില്ലകളിലെ തടവുകാർ ഈ കാപ്പ വരുന്ന പ്രതികളെ കണ്ണൂർ സെൻട്രയിൽ എന്ന് പറഞ്ഞാൽ കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ 4 ജില്ലകളിലെ തടവുകാരെ ഈ കാപ്പ പ്രതികളെ കണ്ണൂർ സെൻട്രയിലാണ് പാർപ്പിക്കുന്നത്. ബാക്കി 10 ജില്ലകളിലെ ഈ കാപ്പ തടവുകാരെ വിയ്യൂർ സെൻട്രയിലായിരുന്നു. ഇപ്പം ഹൈ സെക്യൂരിറ്റി പ്രസിഡന്റായിട്ടും പാർപ്പിക്കുന്നു. ഇന്നത്തെ കണക്കെടുത്തപ്പോൾ 322 തടവുകാരുണ്ട് നമ്മുടെ കേരളത്തിലെ ജയിലുകളിൽ. കാപ്പ മാത്രം. അത് അവരെ സംബന്ധിച്ചിടത്തോളം ജയിലുകൾ നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇവര് മൂലം ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ജയിലിനുള്ളിൽ അവരുടെ ഇടയിലുള്ള നിരപരാധികളും വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിന് അത്ഭുതം തോന്നി. ഇടുക്കി ജില്ലയിൽ മറയൂർ പോലുള്ള ഒരു സ്ഥലം അറിയാമല്ലോ. അവിടുന്ന് ഒരാൾ ഞാൻ കണ്ണൂർ ജോലി ചെയ്യുമ്പോൾ അയാളെ വെരിഫിക്കേഷൻ കൊണ്ടുവന്നു. അപ്പം കാപ്പയിൽ കൊണ്ടുവന്നാണ്. അയാൾ അവിടെയുള്ള ചെറിയ ചെറിയ കുറ്റത്തിലൊക്കെ ഏർപ്പെട്ട് അയാളെ പിടിച്ച് കാപ്പയാക്കി. പക്ഷെ ജയിലിൽ വന്നു കഴിഞ്ഞാൽ ആക്കി. അപ്പൊ ആയിക്കോട്ടെ, അയാൾ ചെയ്തിട്ടുണ്ടാവാം. ജയിലിലെ ഒരു സിറ്റുവേഷൻ എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ പറയുന്ന ഒരു ചെറിയ സ്ഥലത്തു നിന്ന് പിന്നോക്ക സ്ഥലത്ത് നിന്ന് വരുന്ന ഒരു ഗുണ്ടയ്ക്ക് കേരളത്തിലെ ഈ പറയുന്ന മുഖ്യധാര ഗുണ്ടാ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെടാനും മറ്റുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടാൻ മറ്റു ഗുണ്ടകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അസോസിയേറ്റ് ചെയ്യാനും പറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നുള്ളതാണ്. ഇപ്പോൾ 4 ജില്ലകളിലെ ഗുണ്ടകൾക്ക് ഒരുമിച്ച് കൂടാൻ കണ്ണൂർ സെൻട്രയിൽ പറ്റുന്നുണ്ട്. 10 ജില്ലകളിലെ കുട്ടികൾക്ക് ഒരുമിച്ച് കൂടാൻ തൃശ്ശൂരിലെ 2 ജയിലുകൾക്ക് സാധിക്കുന്നു. അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാനും അത് വേറെ ഗ്യാങ്ങിലേക്ക് വരാനും പരസ്പരം സഹായിക്കാനും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ജയിലിൽ വിളിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവർ തമ്മിലുള്ള പകകളോ അല്ലെങ്കിൽ മറ്റുള്ള ക്ലാഷസും ജയിലിലുണ്ടാകുന്നു. ജയിലിലെ നമ്മുടെ ഭരണം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഇവർ മൂലം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. പൊതുവേ ജയിലിൽ സ്ഥലമില്ല, ഉദ്യോഗസ്ഥരുടെ കുറവാണ്, ജയിലുകളെല്ലാം തിങ്ങി നിറഞ്ഞ് കിടക്കുകയാണ് നമ്മുടെ ജയിലിൽ, സെൻട്രൽ ജയിലുകളിലൊക്കെ തന്നെ. അതാണ് നമ്മുടെ ഒരു അവസ്ഥ. പിന്നെ ഗുണ്ടകൾ സാറ് പറഞ്ഞ പോലെ വളരുന്നുണ്ട് അല്ലെങ്കിൽ കൊണ്ടുവരുന്നുണ്ട് ചോദിച്ചാൽ നമ്മുടെ എല്ലാവരും സമാനം പറയാണ്ടാണ്. നമ്മളെല്ലാവരും ആൻസറബിൾ ആണ് ആ കാര്യത്തിൽ. ഒരു സമൂഹമാണ് അത്തരത്തിലുള്ള ആൾക്കാരെ വളർത്തിയെടുത്തത്. ഓക്കെ സാർ, ഈ ഒരുപാട് ജയിൽ പരിഷ്കരണം നടത്തിയ ആളാണല്ലോ. അപ്പൊ ഈ ജയിലിൽ വന്നിട്ടുള്ള ഗുണ്ടാ സംഘങ്ങൾ ഒരിക്കൽ അങ്ങ് പറഞ്ഞല്ലോ, ഒരിക്കൽ ഇത് ഗുണ്ടയായി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് മാറാൻ പറ്റത്തില്ല. കാര്യം മനുഷ്യന് കുറ്റവാസന കുറയ്ക്കാനും അവനെ പരിഷ്കരിക്കാനും അവൻ്റെ കറക്റ്റീവായിട്ടുള്ള ഓപ്പറേഷൻ ആണല്ലോ ജയിലൊക്കെ ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പൊ ഇന്നത്തെ കാലത്ത് അത് എത്രമാത്രം നടക്കുന്നുണ്ട് അങ്ങയുടെ അനുഭവത്തിൽ? നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ ഗുണ്ടകൾ എസ്റ്റിമേറ്റഡ് 26,000 പേരാണ്. 20,000. അത്രയും പേര് നിരീക്ഷണത്തിലുണ്ടോ? അല്ലല്ല, ഏതെങ്കിലും കേസിൽപ്പെട്ട് അറസ്റ്റ് ചെയ്ത ഗുണ്ടകൾ 26,000 പേരുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഗുണ്ടകളുള്ള പട്ടണത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 550 ഗുണ്ടകളുള്ള എറണാകുളം പട്ടണം. ഇവരെ നേരിടാൻ വേണ്ടി കേരള പോലീസ് 63,000 പേരാണ്. 63,000 പേരിൽ കേസ് അന്വേഷിക്കാൻ കഴിഞ്ഞ ഒരു വർഷം 16 ലക്ഷം കേസുണ്ടായി. പെൻഡിങ് കേസ് 12 ലക്ഷം ഉണ്ട്. ഈ 16 ലക്ഷം കേസ് അന്വേഷിക്കാനായിട്ട് ഹെഡ് കോൺസ്റ്റബിൾ എബോവ് ഉള്ളവർക്ക് അന്വേഷിക്കാൻ പറ്റും. അപ്പോൾ 63,000 പേരിൽ കേസ് അന്വേഷിക്കാൻ കഴിവുള്ള അധികാരമുള്ള 16,000 പേരുണ്ട്. ഈ 16,000 പേര് 16 ലക്ഷം കേസ് അന്വേഷിക്കണം. ഈ കേസ് അന്വേഷിച്ചിട്ട് ഈ 26,000 ഗുണ്ടയുടെ പുറകെ പോലീസിന് പറ്റുമോ? പറ്റിയല്ല. അപ്പം കേരളത്തിൽ പോലീസിനിടയ്ക്കുള്ള കുറ്റവാളികളുണ്ട്, ക്രിമിനൽ മെന്റൽസി ഉള്ള പോലീസുകാർ. അത് 1,800 ഉണ്ട്. ഈ 1,800 പോലീസുകാർ ക്രിമിനൽസ് ഉള്ള ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ 2,400 അച്ചടക്ക നടപടിയാണ് പോലീസുകാർക്കെതിരെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പോലീസിനെ കുറ്റം പറയാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ 16,000 പേർക്ക് കേസ് അന്വേഷണ ശക്തിയുള്ള ഒരു പോലീസിൽ 16 ലക്ഷം കേസ് അന്വേഷിക്കണം, 12 ലക്ഷം പെറ്റീഷൻ അന്വേഷിക്കണം, അതിനുശേഷം 26,000 ഗുണ്ടകളുടെ പുറകെ പോകണം. അപ്പോൾ ആ പോലീസിൻ്റെ ജോലി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതൊന്ന്. 2, പോലീസിൽ ഈ ഗുണ്ടകളെ കൺട്രോൾ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. 24 ഗുണ്ടയെ കൺട്രോൾ ചെയ്യുന്ന ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു. 24 ഗുണ്ടേ അവർ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഇപ്പോൾ കേരളത്തിലെ ഗുണ്ടകൾ ഏറ്റവും കൂടുതലുള്ളത് നാർക്കോട്ടിക്സിലാണ്. അവൻ നെയ്യാറ്റിൻകരയുടെ SP നാർക്കോട്ടിക്സ് പിടിക്കാൻ തുടങ്ങി. 4 ഗുണ്ട അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് ഭാര്യയുടെ മുമ്പിലിട്ട് മോൻ്റെ
9ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മൾ എൻ്റെ കാലങ്ങ് തല്ലി ഒഴിച്ചു. ഈ സർക്കിൾ ഇൻസ്പെക്ടറുടെ ക്വാർട്ടേഴ്സിൽ കയറി തല്ലി അങ്ങ് ഒഴിച്ചു. ഇവിടെ ആലുവയിൽ DYFIയുടെ താലൂക്ക് സെക്രട്ടറിയാണ്. അവൻ ഗുണ്ടകളുടെ കൺട്രോൾ ചെയ്യാൻ നോക്കി. അവരെ ഗുണ്ടകൾ പിടിച്ചുകൊണ്ട് പോയിട്ട് 28 വെട്ട് വെട്ടി കൊന്ന് ആലുവ സ്റ്റേഡിയത്തിൽ കൊണ്ട് വെച്ചിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? നാർക്കോട്ടിക്സ് കൺട്രോൾ ചെയ്യാൻ പോയി മലപ്പുറത്തെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഗുണ്ടകൾ അവൻ്റെ മോള് സ്കൂളിൽ ചെന്നിട്ട് ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നാരങ്ങാവെള്ളം കൊണ്ടുകൊടുത്തു. ഈ കുട്ടി നാരങ്ങാവെള്ളം കുടിച്ചോണ്ട് ബോധം കെട്ട് വീണു. ആ കുട്ടിയെ കാണാനില്ല. 24 മണിക്കൂർ കഴിഞ്ഞാൽ കുട്ടിക്ക് ബോധം വീഴുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. കുട്ടി ഓടിച്ചെന്ന് പോലീസിൻ്റെ അവിടെ ചെന്ന് രക്ഷപ്പെട്ടു. ആ കുട്ടിയുടെ ശരീരത്തിൽ മുഴുവൻ സിഗരറ്റ് കത്തിച്ച് പൊള്ളിച്ചിരിക്കുകയാണ്. ബലാത്സംഗം ചെയ്തിട്ടില്ല, പക്ഷെ നഗ്ന ഫോട്ടോ എടുത്തു എന്നുള്ളത് മനസ്സിലായി. ആ ഗുണ്ടകളെ നേരിടാൻ പോയ സർക്കിൾ ഇൻസ്പെക്ടർ കഥയായി പറയുന്നത് മലപ്പുറത്ത്. അപ്പോൾ ശക്തമായിട്ട് ഈ ഗുണ്ടകളെ നേരിടാൻ പോയാൽ ആ പോലീസ് ഉദ്യോഗസ്ഥനെ അവർ ശരിയാക്കും. ഒന്നുകിൽ ആ പോലീസ് ഉദ്യോഗസ്ഥനെ കള്ളക്കേസെടുത്ത് സസ്പെൻഡ് ചെയ്യും. മനസ്സിലാകുന്നുണ്ട്? ഗുണ്ടകളെ കൺട്രോൾ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അകത്തുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ 26,000 ഗുണ്ടകളെ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ കേസ് അന്വേഷിക്കാനുള്ള 16,000 ഹെഡ് കോൺസ്റ്റബിൾസ് ഉള്ള ഒരു പോലീസ് ഫോഴ്സിന് പറ്റുമോ? പറ്റിയല്ല. അപ്പോൾ നമ്മൾ ഈ പോലീസിനെ കുറ്റം പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷേ പോലീസ് വർക്ക് ചെയ്യുന്ന കണ്ടീഷണൽ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതാണ് കൃത്യമായി മനസ്സിലാക്കണം. അപ്പോൾ പോലീസ് ഗുണ്ടകളെ കണക്ക് ഷോക്കിങ്ങോ? ഗുണ്ടകളെ റിഫോം ചെയ്യാൻ, ഗുണ്ടകളെ 26,000 ഗുണ്ടകളിൽ ഒരു 200 ഗുണ്ടേ നമ്മൾ റിഫോം ചെയ്യാൻ പറ്റിയേക്കുമായിരിക്കും. പക്ഷെ 200 ഗുണ്ടേ റിഫോം ചെയ്യുമ്പോൾ ബാക്കി 26,000 എണ്ണം വേറെ കിടക്കാണ് ഗുണ്ട. മനസ്സിലാകുന്നുണ്ട്? അതായത് കണക്കുപ്രകാരം ഇതിനേക്കാൾ എത്രയോ മടങ്ങാണ് ഗുണ്ടകൾ. സാറ് ജഗസർവനേക്കാൾ എത്രയോ മടങ്ങാണ് ഗുണ്ടകൾ. ഭയങ്കര ഗുണ്ടകളാ. ഇത് കണക്കിൽ പെട്ടതേ ഉള്ളൂ 26,000. വെറുതെ ആരോപിക്കുകയാണോ താങ്കളുടെ അഭിപ്രായം? ഈ നമ്പറൊക്കെ കേട്ടപ്പോൾ ഞെട്ടിയോ? ഇല്ല, നെട്ടേണ്ട കാര്യമൊന്നുമില്ല. കാര്യമല്ല, എല്ലാ ഗുണ്ടകളും ഇരിക്കുന്ന പോലീസുകാർ തന്നെയാണെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞത്. അത് ഞങ്ങളായിട്ട് ജനിക്കുമ്പോ തന്നെ ഗുണ്ടയായിട്ട് ആരും മന്നില്ല. അവന്റെ സാഹചര്യങ്ങൾ കൊണ്ടാണ് ഗുണ്ടയാവണത്. ഒരു കേസിലേക്ക് ഒന്ന് അറിയാതെ പെട്ടുപോയി കഴിയുമ്പോ പിന്നെയും കായംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഞാൻ ഒരു ഗ്രാമത്തിലോട്ട് ചെന്ന് അവിടുത്തെ ലഹരി കച്ചവടക്കാരെയും ഗുണ്ടകളുടെയും പേരെടുക്കാൻ വേണ്ടിയാ ചെന്ന. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഒരു തടിയുടെ അടുക്കിയിരിക്കുന്നു. ഞാൻ അവനടുത്ത് മഫ്തിയിലാണെന്ന് ഞാൻ ചോദിച്ചു, മോനെ ഇവിടെ ഈ ഭാഗത്തൊക്കെ ഈ കഞ്ചാവ് കച്ചവടം ചെയ്യുന്ന MDMA കച്ചവടം ചെയ്യുന്ന ആളല്ലേ? അപ്പം ചോദിച്ച് എന്നെ പോലീസാണെന്നറിയത്തില്ല. അണ്ണൻ്റെ പേപ്പർ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പേപ്പർ ഉണ്ട് എഴുതാനായിട്ട് ഒരു 5-6 പേരുടെ പേര് പറഞ്ഞിട്ട് ആ പയ്യൻ പറഞ്ഞ് പെട്ടെന്ന് വെട്ടാൻ പറഞ്ഞു. സാറേ, ഇവിടെ 3-4 പേര് ഉപയോഗിക്കാത്തവരുണ്ട്. അവരുടെ പേര് മാത്രം ഞാൻ പറഞ്ഞുതരാം, ബാക്കിയെല്ലാം ഉപയോഗിക്കുന്നവരാ. അപ്പൊ ഇതിന്റെ എണ്ണം ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ അല്ല, അതിനേക്കാളൊക്കെ 10 മടങ്ങായി ഈ ഗുണ്ടകളുടെ എണ്ണം വർദ്ധിച്ച്. ലോകത്തെമ്പാട് പരിപാടി കേട്ട് ജനങ്ങൾ പേടിച്ചു. അല്ല, ലോകരാജ്യത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളെ ഏറ്റവും കുറച്ച് പോലീസ് ഫോളോ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലാണ്. ലോക ചരിത്രത്തിൽ ലോകത്തെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും എല്ലാരും ഭയം തിരുന്നോണം. അല്ല, പേടിപ്പിക്കരുത് രമേശ്. അല്ല, ഇതിനകത്ത് ഇപ്പം അലക്സാണ്ടർ ജേക്കബ് സാറും അതുപോലെ തന്നെ അലി അക്ബറിനെയും പറയുന്നില്ല. ഇവിടെ മുഴുവൻ ഗുണ്ടകളാണ്. അല്ലെങ്കിൽ ഏത് സംവിധാനം ഇവിടെ തുടങ്ങണമെങ്കിലും ഗുണ്ടകളുടെ സഹായം വേണം. ഗുണ്ടകളെ മൊത്തമായിട്ട് അങ്ങ് വ്യാപകമാക്കുകയാണ്. അങ്ങനെ ഒരു ഗുണ്ടയൊന്നും ഇവിടെ ഇല്ല. ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഗുണ്ടകൾ മാത്രമേ കേരളത്തിലുള്ളൂ. കാരണം ഗുണ്ടകൾക്കെല്ലാം രക്ഷകർത്താക്കളുണ്ട്. അവരെ കൺട്രോൾ ചെയ്യുന്ന രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ സ്ഥലത്തെ ഏതെങ്കിലും രീതിയിൽ അധോലോക ആളുകളുണ്ട്. അപ്പൊ ഇവര് പറഞ്ഞു ഏത് കച്ചവടക്കാരനും ഗുണ്ട വേണമെന്ന് പറഞ്ഞു. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അതായത് നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ഒരുത്തിന് ഗുണ്ടകളുടെ സഹായം ആവശ്യമുണ്ട്. കാരണം പോലീസിന്റെ സഹായം കിട്ടാത്തത് കൊണ്ട് ഗുണ്ടയുടെ സഹായത്തിൽ അത് ചെയ്യണം. ഗുണ്ടകൾ ഇപ്പൊ നാട്ടിലെ ഭീഷണി, ഇപ്പൊ നമ്മൾ ഈ ചർച്ച അങ്ങോട്ട് മുന്നോട്ട് ഈ രീതിയിൽ പോയാല് ഇവിടെയുള്ള സാധാരണ ജനങ്ങൾ ഇത് ഭയപ്പെടും. കാരണം ഗുണ്ടകളുടെ നിയന്ത്രണത്തിലാണ് ഇന്നിപ്പോ കേരളം എന്നുള്ളൊരു തോന്നല് ആ ജനങ്ങൾക്കുണ്ടാവും, പ്രേക്ഷകർക്കുണ്ടാവും. അപ്പൊ അത് അങ്ങനെ ഇല്ലല്ലോ, അങ്ങനെ ഒട്ടുമില്ല. പോലീസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നിയമവ്യവസ്ഥയുണ്ട്. കാപ്പ ആക്ട് പ്രകാരം അല്ലല്ല പോലീസിനെ അതൊക്കെ വ്യക്തിപരമായ കാര്യം, അതൊന്നും അറിയാൻ കാപ്പ ആക്ട് പ്രകാരം കൃത്യമായി നടപടിയെടുത്ത് പിന്തുടർന്ന് പോയാല് ഇവിടെ നിയന്ത്രിച്ചു നിർത്താൻ പറ്റുന്ന ഗുണ്ടകൾ മാത്രമേ ഇന്നുള്ളൂ. 2007 ഞാൻ പറയട്ടെ, ഒരു സെക്കൻഡ് ഒന്നുകൂടെ പറയട്ടെ. അതായത് തമിഴ്നാട്ടിൽ ഗുണ്ടകളെ അമർച്ച ചെയ്യാനുള്ള നിയമം കൃത്യമായിട്ട് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തു. അത് വിജയകരമായിട്ട് ഗുണ്ടകളെ ഒതുക്കി. തീർച്ചയായിട്ടാണ് കേരളത്തിൽ അല്ല ഞാൻ പറയട്ടെ കേക്ക് 2007 അതിനെ പിന്തുടർന്നാണ് 2007 ഇവിടെ കാപ്പ ആക്ട് വന്നത്. കാപ്പ ആക്ട് കൃത്യമായിട്ട് ഗുണ്ടകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരെ ഗുണ്ടാ പ്രവർത്തനത്തിൽ നിന്ന് എങ്ങനെ മാറ്റണം അല്ലെങ്കിൽ നിയന്ത്രിക്കണമെന്നുള്ളത് ആ കാപ്പ ആക്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്.
അതിൽ കൃത്യമായിട്ട് നമുക്കറിയാം ഒരാളെ കരുതൽ തടങ്കലാണ് കാപ്പ എന്ന് പറയുന്നത്. കുറ്റം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ പ്രിവെന്റീവ് അറസ്റ്റാണ്. അയാളെ കരുതൽ തടങ്കലിൽ 6 മാസം കിടത്താം. നമ്മുടെ ഭരണഘടന പറയുന്നുണ്ട്, നോ വൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ലൈഫ് ഓർ പേഴ്സണൽ ലിബർട്ടി എക്സെപ്റ്റ് അക്കോർഡിംഗ് ടു പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്നാണ്. അത് മൗലിക അവകാശമാണ്. ഒരു മനുഷ്യനെ ചുമ്മാ ഉള്ള ഒരാളെ പിടിച്ചിട്ട് ജയിലിൽ അടയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് ഭരണഘടനയുടെ ലംഘനമാണ്. പക്ഷേ എസ്റ്റാബ്ലിഷ് ബൈ ലോ എന്നുള്ളതിന്റെ പേരിലാണ് കൃത്യമായിട്ട് നടത്താൻ പറ്റുമോ? അങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞ സംഭവങ്ങളെ മാത്രം ഇവിടെ മുഴുവൻ ജോലി എടുക്കുന്ന പോലീസുകാരുണ്ട്. അവരെയും കൂടെ പിന്തിരിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു ആരോപണങ്ങൾ നമ്മൾ ഇവിടെ അംഗീകരിച്ചു കൊടുക്കാൻ അതല്ല, പോലീസുകാർ ഉണർന്നിരിക്കുന്നോണ്ടാണ് ഇവരെ കിടന്ന് ഉറങ്ങുന്നത് ഇവിടെ. അതുകൊണ്ട് അതില്ലെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ താങ്കളുടെ ഒരു അനുഭവം അങ്ങനെ ഈ കാര്യത്തില്? അതെ, നമ്മുടെ ഒരു ടൈം ലൈൻ നോക്കാം. നമ്മുടെ ഗുണ്ട എങ്ങനെയാ വളർന്നു വരുന്നതിന് ടൈം ലൈൻ നോക്കാം. നമുക്ക് ഇവിടെ സിസ്റ്റം ഉണ്ട്. അതായത് സിസ്റ്റം ഗുണ്ടകള് ഇപ്പൊ എല്ലാവർക്കും തർക്കമൊന്നുമില്ല, ഗുണ്ട എന്നുള്ള സിസ്റ്റം ഉണ്ടെന്ന്. അത് എത്രമാത്രം ഏറ്റക്കുറച്ചിലുള്ളതിനെ കുറിച്ച് നമുക്ക് അങ്ങോട്ട് വരാം. ഒരാള് ഒരു കുട്ടി, ഒരു 18 വയസ്സുള്ള കുട്ടി, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് നമുക്ക് തുടങ്ങാം. അതായത് ആദ്യം ഒരു കേസിനകത്ത് പോകുന്നു, പിന്നെ ആ ലേബൽ ചെയ്യാണ് ഗുണ്ടയാണ്, അല്ലെങ്കിൽ ഒരു എപ്പോഴും പ്രശ്നക്കാരനാണെന്ന് ലേബൽ ചെയ്യാണ്. അത് നമ്മൾ തുടങ്ങുന്നു. പക്ഷേ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്തുള്ള പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് 25 വയസ്സ് വരെ അവർക്ക് ഈ എമ്പതി എന്നുള്ള ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഇങ്ങനെ SKN ചർച്ചയ്ക്കകത്ത് തന്നെ ഞാൻ വന്നിട്ടുണ്ട്. അതായത് കുട്ടികളുടെ എന്താണ് ഈ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കുട്ടികൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, ആ ഒരു അവസ്ഥയിലൂടെ നമ്മുടെ കുട്ടികൾ പോകുന്നത്. ആ അവസ്ഥ എത്തി കഴിയുമ്പോഴത്തേക്കും ഈ സിസ്റ്റത്തിനോട് കൂടുതൽ അറ്റാച്ച്മെന്റ് വരും. അതായത് ഇവിടെ നീഡുണ്ട്, അതായത് ഗുണ്ടകൾക്ക് നീഡുണ്ട്, അതായത് എന്ത് കാര്യത്തിന് വേണ്ടിയും ഗുണ്ടകളുടെ ആവശ്യമുണ്ടെന്നൊരു ചിന്താഗതി എന്തുകൊണ്ടോ സമൂഹത്തിൽ വന്നു പോയിട്ടുണ്ട്. അതായത് ആ ഗുണ്ടകൾ അങ്ങോട്ട് മാറുന്നു, അല്ലെങ്കിൽ ആ കുറെ കുട്ടികൾ ആ പ്രായത്തിൽ തന്നെ അങ്ങോട്ട് മാറുന്നു. അങ്ങനെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ എമ്പതി എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. അവർക്ക് എന്താ, അവർക്ക് ഈ റീലുകളിലൂടെ വരുന്ന, സൈബർ വേൾഡിൽ റീലുകളിലൂടെ വരുന്ന കുറെ ഗുണ്ടകളെ അറിയാം. അവരവിടെ ഫാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം അദ്ദേഹത്തിന് ഒരു 1 മില്യൺ അത്രയും ഫോളോവേഴ്സ് ഉണ്ടാവും തപ്പി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളുടെ ഇടയ്ക്ക് അങ്ങനെ ഒരു ചിന്താഗതി അങ്ങോട്ട് മാറുന്നുണ്ട്. ഉറപ്പായിട്ടും ആന്റി ഹീറോ എന്ന് നമുക്ക് പറയാം. ഹീറോ നമുക്ക് പറയാൻ പറ്റും, ആന്റി ഹീറോ. ഈ ഹീറോ ആന്റി ഹീറോയിസം വരുമ്പോഴത്തേക്കും പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അങ്ങോട്ട് മാറുന്നു. ഇനി അടുത്ത് ചോദിക്കട്ടെ, സിസ്റ്റം ഒരു 5 വർഷമാണ് ഒരു കേസ് തീർപ്പാകണമെങ്കിൽ. ഒരു സ്ഥലത്ത് പ്രശ്നം നടക്കണമെങ്കിൽ പോലീസിനെ വിളിച്ച് വരണമെങ്കിൽ 2 ദിവസം വേണം. ഇത് പൈസ കയ്യിലുള്ളവന് ഈ ഗുണ്ട കൊടുത്തിട്ടുണ്ടെങ്കിൽ കാര്യം നടക്കുന്നത് അറിയാമെങ്കിൽ അതാണോ ചെയ്യുക, ഇതാണോ ചെയ്യുക? ഇനി ഗോഡ് ഫാദേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഗോഡ് ഫാദേഴ്സിൽ അതൊരിക്കലും ചെയ്യാൻ പറ്റില്ല. ഈ ഗോഡ് ഫാദേഴ്സ് ഉണ്ടെങ്കിൽ ഏത് ഗുണ്ടയാണേലും ഏത് ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ഗോഡ് ഫാദർ ഉണ്ടെങ്കിൽ ധൈര്യം കൂടും. അതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് മുന്നോട്ട് പോകാനുള്ളൊരു കപ്പാസിറ്റിയും കൂടും. അക്രമികൾ അഴിഞ്ഞാടാത്ത, അതല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ക്രിമിനലുകൾ വെല്ലുവിളിക്കാത്ത ഒരു ജനസമൂഹമാണ്, ഒരു നാടാണ് നമുക്ക് ആവശ്യം. ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിന്റെ അവസാന ഭാഗം നാളെ രാത്രി 8:15. ഗുഡ് ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.